ദൈവത്തിന് മഹത്വം. 4ാമത് പുനലൂർ കൺവെൻഷനിൽ 3ാം രാത്രിയിൽ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോബി PT, സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ജനറൽ സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിക്കുന്ന നാം സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ റവറൻ ഡോക്ടർ KJ മാത്യു സാർ, ഈ സെക്ഷനിൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KM ജോസഫ്, പാസ്റ്റർ ഫിലിപ്പ് സാം, അതുപോലെ കമ്മിറ്റി അംഗങ്ങളായി ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ജെയിംസ് ഉട്ടിച്ചാൻ, MA സാബുച്ചാൻ, അതുപോലെ ഇന്ന് അതിഥികളായി നമ്മുടെ മധ്യത്തിൽ വർഷിപ്പ് ലീഡേഴ്സായി കടന്നു വന്ന പ്രിയപ്പെട്ടവർ സിസ്റ്റർ രമ്യ സർ ജേക്കബ്, പാസ്റ്റർ തഞ്ചാവൂർ വില്യംസ്, അതുപോലെ ഈ ഓർക്കസ്ട്ര നീതിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുനിൽ സോളമൻ, കൊയർ, വേദിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, സദസ്സിലായിരിക്കുന്ന ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കട്ടെ. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ആരാധന ദൈവം നമുക്ക് നൽകി. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൺവെൻഷനിൽ കഴിഞ്ഞ 2 രാത്രികൾ അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രിയിലും വലിയ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവം നമ്മുടെ ഇടയിൽ വലിയവ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആയിരിക്കാം. സ്തുതികളോട് സ്തോത്രങ്ങളോട് നമുക്ക് അവന് വേണ്ട മഹത്വം കൊടുക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർപ്പിച്ചത് ഒരു ഉണർവിനെക്കുറിച്ചുള്ള ചിന്തകളാണ് പങ്കുവയ്ക്കുവാനിടയായത്. ഉണർവിനായി ഒരുക്കപ്പെട്ട യാഗപീഠം വേണം. ഉണർവിനായി യാഗവസ്തുവിനെ ഘണ്ണമായി നുറുക്കി വിശുദ്ധിയോട് യാഗപീഠത്തിൽ അർപ്പിക്കണം. 3, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയുണ്ടാകണം. ഉണർവിൻ്റെ അഗ്നി കത്തണമെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവസന്നിധാനത്തിൽ നുറുങ്ങുമ്പോൾ, തകരുമ്പോൾ, ഒരു യാഗപീഠമായി ഓരോ ഹൃദയങ്ങളും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ മാറുമ്പോൾ നാം ഓരോരുത്തരും ഒരു തീ കഷ്ണമായി മാറും. ഇന്ന് രാത്രികാലം നമ്മൾ ഈ കൺവെൻഷൻ്റെ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരു യാഗപീഠമായി ദൈവസന്നിധാനത്തിൽ അർപ്പിച്ചാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ഉണർവിൻ്റെ തീയാൽ ഒരു തീ കഷ്ണമാക്കി മാറ്റും. ഈ ദിവസങ്ങളിലെ നമ്മുടെ പ്രാർത്ഥന അതായി തീരട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഒരു വേദഭാഗത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 8ാം അധ്യായം അതിൻ്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 8ാം അധ്യായം അതിൻ്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അവർ ബേത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ചു അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നു എന്ന് പറഞ്ഞു. പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് അവൻ പറഞ്ഞു. അവനെ വീട്ടിലേക്ക് അയച്ചു. നമുക്ക് ചിരപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രികാലം വായിച്ചത്. ഒരിക്കലൊരു മനുഷ്യൻ ഒരു ഷോപ്പിൽ ചെന്ന് അദ്ദേഹം ഒരു തത്തയെ വാങ്ങി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ആ തത്തയെ കുഞ്ഞായിരുന്നു, അതിനെ വളർത്തിക്കൊണ്ടേ വന്നു. അതിന് വേണ്ട പാലും അതുപോലെ പഴവും ഒക്കെ കൊടുത്ത് വളരെ നല്ല രീതിയിൽ ആ തത്തയെ വളരെ ഓമനിച്ച് വളർത്തി. അതുമാത്രമല്ല, ആ തത്തയ്ക്ക് വേണ്ടതായിട്ടുള്ള സംസാരിക്കാനുള്ള എല്ലാ ട്രെയിനിങ്ങുകളും വയമ്പ് പോലുള്ള സാധനങ്ങളും ഒക്കെ അതിന് കൊടുത്തു. കുറച്ച് ദിവസങ്ങൾ മുമ്പോട്ട് പോയി, മാസങ്ങൾ കഴിഞ്ഞു. അല്പാൽപ്പം ഈ തത്ത സംസാരിക്കാൻ തുടങ്ങി. കൂടുതൽ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തപ്പോൾ കൂടുതൽ വ്യക്തതയോട് ഈ തത്ത സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ തത്ത ഓരോ ദിവസവും യജമാനൻ ആഹാരവുമായി രാവിലെ കടന്നു വരുമ്പോൾ ഈ യജമാനോട് പറയും ഗുഡ് മോർണിംഗ്. ഈ മനുഷ്യനും ഗുഡ് മോർണിംഗ് എന്ന് പറയും. ഉച്ചയ്ക്ക് വരുമ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ, ഈ മനുഷ്യനും ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയും.
വൈകിട്ട് വരുമ്പോൾ, രാത്രിയിൽ വരുമ്പോൾ അവസാനം ഈ മനുഷ്യനോട് ഈ തത്ത ഗുഡ് നൈറ്റ് പറയും, ഇവർ തമ്മിൽ പിരിയും. അങ്ങനെ ഈ തത്ത എല്ലാവർക്കും ഒരു സന്തോഷം നൽകിയിരുന്ന ഒരു തത്ത. അതുപോലെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കടന്നു വരുമ്പോൾ അവരോട് സംസാരിക്കുന്ന ഈ തത്ത ഒരു ദിവസം ഈ യജമാനൻ കടന്നു വന്ന് രാവിലെ ഈ തത്തയോട് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ ഈ തത്ത ഗുഡ് നൈറ്റാണ് പറയുന്നത്. പിന്നെയും ഈ യജമാനൻ പറഞ്ഞു നോക്കി ഗുഡ് മോർണിംഗ്, അതിനുശേഷവും ഈ തത്ത ഗുഡ് നൈറ്റ് മാത്രമാണ് പറയുന്നത്. അവസാനം ഈ തത്തയെടുത്ത് ഈ വളരെ ദേഷ്യത്തോട് ഇതിനെ പിടിച്ച് ഒന്ന് ഇതിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ തത്തയുടെ മുഖത്ത് കണ്ടത്. ഈ തത്തയുടെ കണ്ണുകൾ എങ്ങനെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ തത്തയ്ക്ക് അതുകൊണ്ട് ഇരുട്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ തത്ത ഗുഡ് നൈറ്റ് പറയുന്നത്. അപ്പോൾ അന്ധകാരത്തിൽ ഇരുട്ടിലായിരിക്കുന്ന ഈ തത്തയെ സംബന്ധിച്ചിടത്തോളം പിന്നീടുള്ള ജീവിതം മുഴുവൻ ഇരുട്ടാണ്. ഇന്ന് രാത്രി ജീവിതകാലം മുഴുവൻ ഇരുട്ടിൽ ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. ഒരു കുരുടൻ, അവനെ യേശുവിൻ്റെ അടുക്കൽ ആരോ കൊണ്ടുവന്നുവെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് ആരാണെന്ന് വ്യക്തമല്ലെങ്കിൽ പോലും. അപ്പോൾ ഈ മനുഷ്യന് സൗഖ്യമാണ് ആവശ്യം. ഈ സ്ഥലമെന്ന് പറയുന്നത് ബെത്സേബ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമുക്കറിയാം ബെതസ്തയും ഉണ്ട്, ബെത്സേബയും ഉണ്ട്. ബെതസ്ത കുളത്തിൽ ഒരു സൗഖ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബൈബിളിൽ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ബെതസ്ത കുളത്തെയും അവിടെ 38 വർഷം തളർന്ന് കിടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു സൗഖ്യത്തിനായി വെള്ളത്തിൻ്റെ ഇളക്കം കാത്ത് കിടക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഈ മനുഷ്യന് വേണ്ടത് സൗഖ്യമാണ്. പക്ഷേ താൻ ആശ്രയിച്ച ഈ കുളത്തിന് തനിക്ക് സൗഖ്യം കൊടുക്കുവാൻ കഴിയുന്നില്ല. അവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് കാണാം, ബ്രാക്കറ്റിൽ മാത്രമാണ് എഴുതിയിരിക്കുന്നത്, അതത് സമയത്ത് ഒരു ദൂതൻ വന്ന് കുളം കലക്കും. നമ്മൾ മലയാളം ബൈബിൾ നോക്കുമ്പോൾ അത് ബ്രാക്കറ്റിലാണ് എഴുതിയിരിക്കുന്നത്, അതത് സമയങ്ങളിൽ വന്ന് ദൂതൻ വന്ന് കുളം കലക്കും. ഇംഗ്ലീഷിൽ ബൈബിളിൽ ചില സ്ഥലങ്ങളിലൊന്നും ആ കാര്യമില്ല. എന്നാൽ അതിൻ്റെ ഫുട് നോട്ട് അടിയിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ്, ഗ്രീക്കിൻ്റെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് നോക്കിയാലും അതില്ല. പക്ഷേ അതത് സമയത്ത് ദൂതൻ വന്ന് കുളം കലക്കുമെന്ന് പറയുന്നത് അന്നത്തെ ഒരു വിശ്വാസം മാത്രമായിരുന്നു. നമുക്കറിയാം വാട്ടർ തെറാപ്പിയുണ്ട്, ഹൈഡ്രജൻ തെറാപ്പിയുണ്ട്. എല്ലാ കാലത്തും മനുഷ്യൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നും ശരീരത്തിന് ചൂട് വെക്കുവാൻ വേണ്ടി വെള്ളം ഉപയോഗിക്കാറുണ്ട്. ചില രോഗങ്ങൾക്ക് തണുപ്പ് ഉപയോഗിക്കാറുണ്ട്, തണുത്ത വെള്ളം ഉപയോഗിക്കാറുണ്ട്. ചില രോഗങ്ങൾക്ക് ഐസ് വാട്ടർ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പുരാതന കാലത്ത് ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന അരുവികളിൽ നിന്ന് മനുഷ്യൻ കുളിക്കുമ്പോൾ അവരുടെ സ്കിന്നിനും അതുപോലെ തന്നെ ശരീരത്തിനുമുള്ള ചില രോഗങ്ങൾ സൗഖ്യമാകും. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ സൾഫർ പോലെയുള്ള ചില മൂലകങ്ങൾ അതുമായി കലർന്നു വരുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിന് അത് സൗഖ്യമായി മാറും. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് ഗംഗയെപ്പോലുള്ള നദികൾ, പമ്പയെപ്പോലുള്ള നദികൾ ഹോളി വാട്ടർ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അങ്ങനെ മനുഷ്യർ സൗഖ്യത്തിനായി വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ഈ വെള്ളത്തെ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഇവിടെ ഈ ബെതസ്ത കുളം എന്ന് പറയുന്നത്, അവിടെ 5 മണ്ഡപങ്ങളുണ്ട് എന്ന് പറയുന്നു. പലതരത്തിലുള്ള വ്യാധി പിടിച്ചവർ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഹീലിംഗ് സെൻ്ററായിരുന്നു, ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്ററായിരുന്നു എന്ന് നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഈ 5 മണ്ഡപങ്ങളെക്കുറിച്ചുള്ള പഠനം, എക്സ്കവേഷൻ നടത്തി ഈ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ചികിത്സ നേടി അവിടെ വിജയിച്ചവരെക്കുറിച്ചുള്ള ക്ലേ ടാബ്ലറ്റിൽ ആ എഴുത്തുകൾ ഇന്നുണ്ട്. അങ്ങനെ അത് നമ്മൾ പഠിക്കുമ്പോൾ ഇതൊരു ഹീലിംഗ് സെൻ്റർ ആയിരുന്നു, ഒരു ആശുപത്രിയായിരുന്നു. 5 മണ്ഡപങ്ങൾ, പല ഡ്രോമട്രികളുള്ള രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. അതായത് അവിടെ ചികിത്സ മാത്രമല്ല, ചികിത്സ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില ചികിത്സകളിലൂടെയാണ്. അപ്പോൾ ഇവിടെ അതാത് സമയത്ത് ദൂതൻ വന്ന് കലക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ഈ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് ചില പാറകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഇവിടേക്ക് വരുമ്പോൾ ഇത് തിളച്ച് പൊങ്ങും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളായിരിക്കാം ഇവിടെ ഈ വെള്ളം കലക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഈ ഹോസ്പിറ്റലിലേക്ക് ജനം കടന്നു വരുവാൻ വേണ്ടി ഇവർ പറഞ്ഞു വെച്ച ഒരു കാര്യമാണ്, ദൂതൻ കടന്നു വന്ന് അതത് സമയങ്ങളിൽ കുളം കലക്കുമ്പോൾ അതിലേക്ക് ചാടുന്നവൻ രക്ഷ പ്രാപിക്കുമെന്ന്. അവിടെ പലതരത്തിലുള്ള തെറാപ്പികളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്,
അവിടെ ഡോമട്രിയിൽ കിടക്കുന്ന സ്ലീപ്പിംഗ് തെറാപ്പി ഉണ്ട്. ചില രാത്രിയിൽ ചില ഡോമട്രികളിലേക്ക് ചിലരെ കയറ്റിവിടും. അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ അവിടുത്തെ ഒരു ദേവി കടന്നു വന്ന് പ്രത്യക്ഷമായിട്ട് അവർക്ക് എന്ത് ചികിത്സയാണ് ചെയ്യേണ്ടതെന്ന് പറയും. അങ്ങനെയുള്ള തെറാപ്പികളുള്ള ഒരു പ്രത്യേക സ്ഥലമാണ്. ഇപ്പം ഇവിടെ ഒരു മനുഷ്യൻ 38 ആണ്ട് തനിക്ക് സൗഖ്യത്തിനായി, വിടുതലിനായി, ഒരു വ്യത്യാസത്തിനായി കാത്തിരിക്കുകയാണ്. ദിസ് ഈസ് ദ പ്ലേസ് ഓഫ് വെയിറ്റിംഗ് ആൻഡ് ബ്രോക്കൺനെസ്. ഈ സ്ഥലം എന്ന് പറയുന്നത് കാത്തിരിപ്പിൻ്റെയും തകർച്ചയുടെയും ഒരു സ്ഥലമാണ്. കാരണം പലതരത്തിലുള്ള രോഗികൾ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവർ, സമൂഹം തള്ളിയ പല ആൾക്കാർ, പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവർ, അവർ കാത്തിരിക്കുന്നു. അവർക്കൊരു വിടുതൽ ആവശ്യമാ, അവർക്കൊരു സൗഖ്യം ആവശ്യമാ, അവർക്കൊരു വ്യത്യാസം ആവശ്യമാ, അവർക്കൊരു ചേഞ്ച് ആവശ്യമാ. അവർ അതിനായി കാത്തിരിക്കുന്നു. എന്നാൽ യേശു അവിടെ കടന്നു വന്നിട്ട് യേശു ആ മനുഷ്യനെ സൗഖ്യമാക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറയുന്നത്, മനുഷ്യൻ ആഗ്രഹിക്കുന്നതും മനുഷ്യൻ ആശ്രയിക്കുന്നതുമാകുന്ന കുളങ്ങൾക്ക് മനുഷ്യൻ്റെ രോഗത്തിന് സൗഖ്യം കൊടുക്കുവാൻ കഴിയത്തില്ല. അവൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങളെ നീക്കാൻ കഴിയത്തില്ല. എന്നാൽ അവൻ്റെ മുമ്പിൽ സൗഖ്യമാക്കുന്ന, അവൻ്റെ ഹൃദയത്തിൻ്റെ തകർച്ച മനസ്സിലാക്കിയ, അവൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയ ഒരു കർത്താവ് കടന്നു വന്ന് അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. മനുഷ്യൻ ആശ്രയിക്കുന്ന കുളങ്ങളൊന്നും മനുഷ്യന് സൗഖ്യം നൽകുന്നതല്ല. മനുഷ്യൻ ആഗ്രഹിക്കുന്ന പല മണ്ഡലങ്ങളും മനുഷ്യന് വിടുതൽ ലഭിക്കുകയില്ല. എന്നാൽ യേശു നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നാൽ, യേശു ഈ പന്തലിൽ ഇറങ്ങി വന്നാൽ, ഇന്ന് രാത്രികാലം രോഗികളായി ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ, ബെഥസ്ദാ കുളത്തിൽ കടന്നു എന്ന് അവനെ സൗഖ്യമാക്കിയ, 38 വർഷം രോഗിയായി കിടന്ന ആ മനുഷ്യന് സൗഖ്യം നൽകിയ യേശു ഇന്ന് രാത്രികാലവും അവന്റെ സൗഖ്യത്തിന്റെ ശക്തി ഇവിടെയുണ്ട്, അവന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആ കർത്താവാണ് ഇന്ന് സൗഖ്യമാക്കുവാൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുള്ളത്. ഇവിടെ അത് നമുക്ക് കാണുന്നത് ബെഥസ്ദ, ഇവിടെ ബേത്സയിദ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഈ ബേത്സയിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യബന്ധനത്തിന്റെ ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തു നിന്നാണ് യേശുവിൻ്റെ അപ്പോസ്തലന്മാരായ പത്രോസും അതുപോലെ ഫിലിപ്പോസും അന്ത്രയോസും ഒക്കെ വരുന്ന ഒരു സ്ഥലം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഒരു സ്ഥലമാണ് ഈ സ്ഥലം. എന്നാൽ ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ നഷ്ടമാക്കിയ ഒരു സ്ഥലമാണ്. അവിശ്വാസം കൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരു സ്ഥലം. കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ ആ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. യേശുവിൻ്റെ വലിയ വീര്യപ്രവൃത്തികൾ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ അവസരങ്ങളൊന്നും മുതലാക്കാതെ, യേശുവിൽ വിശ്വസിക്കാതെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരു സ്ഥലമാണ്. ഇന്ന് രാത്രികാലം കഴിഞ്ഞ നാളുകളിൽ സുവിശേഷം കേട്ടിട്ടും യേശുവിൻ്റെ സ്പർശനം അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടും യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ അവസരങ്ങളെല്ലാം വന്നിട്ടും അവസരങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, അവസരങ്ങളെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം അവന്റെ അടുക്കലേക്ക് വരുവാൻ ഒരവസരം ഇന്ന് രാത്രി ദൈവം നമുക്ക് നൽകുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ ഈ അവസരങ്ങൾ അവഗണിച്ച, അവസരങ്ങളെ ത്യജിച്ച ഒരു സ്ഥലം, ഈ സ്ഥലത്ത് കർത്താവ് അത്ഭുതം ചെയ്യുവാൻ വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ വളരെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒന്നാമതായി, ഈ മനുഷ്യനെ കർത്താവ് തൊട്ടു, അവൻ്റെ കണ്ണിൽ തുപ്പി. വ്യത്യസ്തമായ ഒരു അത്ഭുതം അവിടെ കാണുന്നത്. അവൻ്റെ കണ്ണെ തൊട്ടു, അവൻ്റെ കണ്ണിൽ തുപ്പി. അവനോട് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ വളരെ വിചിത്രമായിട്ടാണ് ഉത്തരം പറയുന്നത്. ഞാൻ കാണുന്നുണ്ട്, പക്ഷേ മനുഷ്യനെ മരങ്ങൾ പോലെ കാണുന്നു എന്നാണ് പറയുന്നത്. അപ്പം മരങ്ങളെ അദ്ദേഹം കാണിച്ചിരുന്നെങ്കിൽ ചിലവൻ പറഞ്ഞേനെ മനുഷ്യരെ പോലെ കാണുന്നു എന്ന് പറഞ്ഞേനെ. ഇപ്പം ഇവിടെ ഈ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുമ്പോൾ ഇവനെ ഒരു പ്രാവശ്യം സ്പർശിച്ചിട്ട് ഇവന് പരിപൂർണമായ സൗഖ്യം ഉണ്ടായില്ല. അവന് മറ്റൊരു പ്രാവശ്യം കൂടെ കർത്താവ് തൊടുന്നത് നമുക്ക് കാണാം. ഈ വേദഭാഗം പഠിക്കുമ്പോൾ ബൈബിൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുണ്ടാകാവുന്ന ചില ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലും ഉണ്ടായി. ഇവിടെ ഈ കർത്താവ് ഈ മനുഷ്യനെ സൗഖ്യമാക്കുമ്പോൾ ഈ മനുഷ്യനെ ഈ പട്ടണത്തിൽ നിന്ന്, ബേത്സബയിൽ നിന്ന് പുറത്തു കൊണ്ടുപോയാണ് അവൻ്റെ കണ്ണിൽ തുപ്പുന്നതും അവനെ സൗഖ്യമാക്കുന്നതും. 2, അവനെ സൗഖ്യമാക്കിയിട്ട് ഈ പട്ടണത്തിലേക്ക് പോകാനല്ല പറയുന്നത്, നീ നിന്റെ വീട്ടിലേക്ക് പോകാൻ, നീ നിന്റെ ഊരിലേക്ക് നീ കടക്കരുത്. ഇവിടെ രണ്ടാമത്തെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, യേശു അവനെ പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്കതിൻ്റെ ഉത്തരം മറ്റൊരു വേദഭാഗം നമ്മൾ വായിച്ചാൽ
നമുക്ക് മനസ്സിലാക്കാം. വായിക്കാം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ. പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കോരസീനെ, നിനക്ക് ഹാ കഷ്ടം! ബെത്സയിദേ, നിനക്ക് ഹാ കഷ്ടം! നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും മാനസാന്തരപ്പെടുമായിരുന്നു. ഇപ്പൊ ഇവിടെ ചില പട്ടണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് ഒരു പട്ടണം എന്ന് പറഞ്ഞ ബെത്സവ എന്ന് പറഞ്ഞ പട്ടണമാണ്. ഇവിടെ അനവധി വീര്യപ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതായി 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന വീര്യപ്രവൃത്തിയോടെ നടന്നിട്ടുണ്ട്. മറ്റൊരുപാട് കാര്യങ്ങളെക്കുറിച്ച് റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിലും ഇവിടെ പറയുന്നു അനവധി വീര്യപ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇവരാരും എന്ത് ചെയ്തിട്ടില്ല? മാനസാന്തരപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബൈബിളിൽ കർത്താവ് അത്ഭുതം ചെയ്തതൊക്കെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത് രോഗികളെ കണ്ട് മനസ്സലിഞ്ഞാണ് സൗഖ്യമാക്കിയത്. യേശു പേരെടുക്കാനോ പ്രശംസ ലഭിക്കാനോ മീറ്റിംഗ് ലഭിക്കുവാനോ അങ്ങനെ യാതൊരു നേട്ടങ്ങൾക്ക് വേണ്ടി യേശു അത്ഭുതം ചെയ്തില്ല. നമുക്കറിയാം യേശു രോഗികളെ കണ്ട് മനസ്സലിഞ്ഞു. യേശു അവരെ തൊട്ടു, അവരെ സൗഖ്യമാക്കി. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. യേശു മനുഷ്യരെ സൗഖ്യമാക്കുമ്പോൾ ഈ സൗഖ്യം കാണുമ്പോൾ ആ പട്ടണം മാനസാന്തരപ്പെടും, അവിടുത്തെ ജനം മാനസാന്തരപ്പെടും. അവർ കർത്താവിലേക്ക് തിരിയും, അവർ ദൈവത്തെ അറിയും, യേശുവിനായി അവർ സമർപ്പിക്കും. എന്നാൽ ഈ പട്ടണത്തിൻ്റെ ഒരു പ്രത്യേകത, വലിയ അത്ഭുതങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിലും ഈ മനുഷ്യർ കർത്താവിനോട് തിരിയുന്നില്ല, യേശുവിനോട് അടുക്കുന്നില്ല. അവർ പിന്മാറി പോവുകയാണ്. അവസരങ്ങൾ അനവധി കിട്ടിയിട്ടുണ്ട്, അവർ പിന്നെയും മാറിപ്പോവുകയാണ്. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിൽ അവസരങ്ങൾ പലതും കിട്ടിയിട്ട് നാളെ രക്ഷിക്കപ്പെടാം, നാളെ സ്നാനപ്പെടാം, നാളെ തിരിച്ചു വരാം, നാളെ ദൈവവേദനായി ജീവിക്കാം, ദൈവത്തിനു വേണ്ടി ചിലത് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് അവസരങ്ങളെ നഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ, അവസരങ്ങൾ നാം ഇന്ന് നഷ്ടപ്പെടുത്തിയാൽ നാളെ ഈ അവസരങ്ങൾ ലഭിക്കുമെന്ന് നമുക്കാർക്കും പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നമുക്ക് ചില അവസരങ്ങളൂടെ തരികയാണ്. ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുവാൻ, ഹല്ലേലൂയ, ദൈവസന്നിധാനത്തിൽ വിലപിക്കുവാൻ, അവനോട് സന്നിധാനത്തിൽ കരയുവാൻ, അവൻ നമുക്ക് നൽകുന്ന ശുശ്രൂഷകളെ ഏറ്റെടുക്കുവാൻ ദൈവം ഇന്ന് രാത്രികാലം നമുക്കൊരു അവസരം കൂടെ നൽകുകയാണ്. ഈ മനുഷ്യൻ രണ്ടാമതായി നമ്മൾ കാണുന്നത്, ഈ മനുഷ്യനെ യേശു സൗഖ്യമാക്കിയിട്ട് ഈ പട്ടണത്തിന് പുറത്തു വെച്ചാണ് അവനെ സൗഖ്യമാക്കിയെങ്കിലും പിന്നീട് അവനോട് പറയുകയാണ്, ഈ പട്ടണത്തിലേക്ക് എന്ത് ചെയ്യണ്ട, മടങ്ങിപ്പോകണ്ട, നീ എവിടെ ചെല്ലണം? നിൻ്റെ വീട്ടിലേക്ക് ചെല്ലണം. ആ കാലയളവിലുള്ള അവിടുത്തെ സംസ്കാരം പഠിക്കുമ്പോൾ ഒരാൾ കുരുടരായി ജീവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാരകമായ ഇൻവാലിഡിറ്റി ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ വ്യക്തികളെ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും തള്ളും. പിന്നെ അവർക്ക് ജീവിക്കാൻ വേണ്ടി പട്ടണത്തിൽ അവർ ഭിക്ഷക്കാരെ പോലെ അയച്ചുകൊണ്ട് അവർ കഴിയണം. അപ്പോൾ അദ്ദേഹത്തിന് കാഴ്ചയില്ലാത്തത് കൊണ്ട്, കാഴ്ചയുടെ പരിമിതി ഉള്ളത് കൊണ്ട് വീട്ടുകാർ തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട്, ബന്ധങ്ങൾ തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, തന്നെ എല്ലാവരും ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പുതിയ സമൂഹത്തിൽ, ഒരു പട്ടണത്തിൽ പുതിയ കൂട്ടുകാരുമൊത്ത് ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതെ താൻ ജീവിക്കുകയാണ്. യേശു ഒരുവനെ സൗഖ്യമാക്കുമ്പോൾ അവനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. അവനെ പഴയ കുടുംബത്തിലേക്ക് മടക്കി വിടുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രികാലം ദൈവം നമ്മളെ പണിയാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് സൗഖ്യം മാത്രമല്ല, കഴിഞ്ഞ നാളുകളിൽ നാം തകർന്ന മണ്ഡലത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന, നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന, നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ നൽകുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. നിങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നാൽ ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധങ്ങൾ അകന്നിരിക്കുകയായിരിക്കാം, പ്രിയപ്പെട്ടവർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നാൽ, കർത്താവ് സൗഖ്യമാക്കിയാൽ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച മാത്രമല്ല, നിങ്ങളുടെ ജീവിതങ്ങളെയും കർത്താവിന് രൂപാന്തരപ്പെടുത്താൻ കഴിയും എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൽ നിന്ന് അകന്ന് നിങ്ങളായിരിക്കുന്നോ? ഭവനത്തിൽ നിന്ന് നിങ്ങൾ അകന്നായിരിക്കുന്നോ? എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും മതിയായവനായ ഒരു കർത്താവ് 38 ആണ്ട് കുളക്കരയിൽ കിടന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ച അതേ ദൈവം, ഈ അന്ധന് കാഴ്ച കൊടുത്ത അതേ ദൈവം, മരിച്ച് 4 നാളായ ലാസറിന്റെ കല്ലറയിൽ ആഗതനായി ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ചു പറഞ്ഞ് മാർത്തയുടെയും മറിയുടെയും കണ്ണീരൊപ്പി ആശ്വസിപ്പിച്ച ദൈവം, നയനിലെ വിധവയുടെ ഏകമകനെ ശവപ്പെട്ടിയിൽ നിന്ന് ഉയർപ്പിച്ചവൻ, യായിറോസിന്റെ മകളെ മരണക്കിടക്കയിൽ നിന്ന് വിളിച്ചുണർത്തിയവൻ, ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് വരുത്തുവാൻ, അത്ഭുതങ്ങൾ ചെയ്യുവാൻ അവൻ മതിയായ ദൈവമാണ്. ഇന്ന് രാത്രികാലം അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിലുണ്ട്. ഹല്ലേലൂയ.
നാം ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു സ്റ്റെപ്പ് വെക്കാൻ നാം തയ്യാറായാൽ ദൈവം നമുക്ക് വേണ്ടി 2 സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. നമ്മൾ മാറി നിൽക്കേണ്ട, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ട. ദൈവത്തിൻ്റെ യാഗപീഠത്തോട് നിങ്ങൾ അടുത്തു വരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, കരച്ചിലോട് വിലാപത്തോട് ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ, നമ്മുടെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കി, ഇന്ന് രാത്രി ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് വരുന്ന നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഒരു അത്ഭുതമല്ല, നിങ്ങളെ തന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ കൃപ, അവൻ്റെ സാന്നിധ്യം ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രിയുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് കൺവെൻഷന് ശുശ്രൂഷിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരാളെ കൊണ്ട് 6-7 പേര് കടന്നു വന്നു. അദ്ദേഹത്തെ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം കുളിച്ചിട്ടില്ല, ദീർഘനാളുകളിലായി. വസ്ത്രമെല്ലാം മുഷിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുടി വെട്ടിയിട്ടില്ല. മുഖത്തും ശരീരത്തും മുഴുവൻ അഴുക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അദ്ദേഹത്തെ കാണിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇവിടെ നിൽക്കുന്നത്, ഒരു കൊച്ചുകുട്ടിയെ കാണിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മകളാണ് ഇവിടെ നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും സ്നേഹിതരും എല്ലാം കൂടെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുവന്നതാണ്. ഞാൻ വിവരങ്ങൾ ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഈ പിതാവ് കഴിഞ്ഞ 7 വർഷമായി ഞങ്ങളുടെ വില്ലേജിൽ കയറിയിട്ടില്ല. മറ്റൊരു ഗ്രാമത്തിലാണ് ഇദ്ദേഹം പാർക്കുന്നത്, ഒരു റോഡറമ്പിലാണ് അദ്ദേഹം പാർക്കുന്നത്. രണ്ടാമതായി പറയുന്നു, ഞങ്ങളെ കാണുവാനോ ഈ മാതാവിനെ കുഞ്ഞിനെ കാണാനോ ഒരു പ്രാവശ്യവും അദ്ദേഹം വന്നിട്ടില്ല. ഒരിക്കലും അദ്ദേഹം മുടി വെട്ടിച്ചിട്ടില്ല, ഒരിക്കലും അദ്ദേഹം വസ്ത്രം മാറിയിട്ടില്ല, അദ്ദേഹം സാധാരണയായി കുളിക്കാറില്ല. ഒരു മാനസിക രോഗിയെപ്പോലെ ഒരു സ്ഥലത്ത് മറ്റൊരു ഗ്രാമത്തിൽ അദ്ദേഹം പാർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് എന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ചില ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ചില ഉപദേശങ്ങൾ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മുടി വെട്ടി ആ വീട്ടിൽ ചെന്ന് അദ്ദേഹം കുളിച്ച് താൻ വസ്ത്രം മാറി അദ്ദേഹം സുബോധമുള്ളവനായി തൻ്റെ ഗ്രാമത്തിലേക്ക് കടന്നു വന്ന് അദ്ദേഹത്തെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി. ഇന്ന് രാത്രികാലം യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളെയും യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവ്. ഇന്ന് രാത്രി ഇവിടെ എത്ര പേരുണ്ടെങ്കിലും നമ്മുടെ വിഷയങ്ങൾ എത്രയാണെങ്കിലും വ്യത്യസ്തമായിരിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കുക, നമ്മുടെ പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കുക. ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തി യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കർത്താവാണ്. ഇവിടെ ഈ കുരുടന് കാഴ്ച കൊടുത്തിട്ട് കർത്താവിനെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. അവൻ്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. ആ പഴയ കൂട്ടായ്മയിലേക്ക് അവൻ വരുവാൻ വേണ്ടി അവൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റുന്ന ഒരു യേശുവിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പം ഈ മനുഷ്യനെ ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്നത്, അവന് മനുഷ്യനെ കാണുന്നുണ്ടെങ്കിലും അവൻ മരങ്ങളെ പോലാണ് കാണുന്നത്. ഇവിടെ ഒന്നാമത്തെ തുടക്കം നമ്മളവിടെ പരിശോധിക്കുകയാണെങ്കിൽ അവൻ്റെ കണ്ണിന് കുറച്ച് കാഴ്ച ലഭിച്ചെങ്കിലും അവൻ്റെ ധാരണകൾക്ക് മാറ്റം വന്നിട്ടില്ല, അവൻ്റെ ജീവിതത്തിന് വലിയ വ്യത്യാസം വന്നിട്ടില്ല. യേശുവിനെക്കുറിച്ചുള്ള അറിവ്, കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ദൈവീയമായ ദർശനങ്ങൾ ഒന്നും പ്രാപിച്ചിട്ടില്ല. അവന് വേണ്ട വിധത്തിലുള്ള ഒരു വ്യത്യാസം വന്നിട്ടില്ല. ദൈവം ചിലരെ തൊട്ടിട്ടുണ്ട്, പക്ഷേ ക്ലിയറായി അവർക്ക് കാണാൻ കഴിയാത്ത അവസ്ഥ. ദൈവം ചിലരെ തൊട്ടിട്ടുണ്ട്, ചിലതൊക്കെ അവർക്ക് കാണാൻ കഴിയുന്നെങ്കിലും പൂർണ്ണമായി കാണാൻ കഴിയാത്ത അവസ്ഥ. യേശുവിനെക്കുറിച്ച് ചിലതൊക്കെ അവർക്കറിയാം, എന്നാൽ യേശുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ധാരണ അവരുടെ ജീവിതത്തിൽ മാറിയിട്ടില്ല. ഇന്ന് രാത്രികാലം ദൈവം നിങ്ങളെ തൊട്ടിട്ടുണ്ടാകാം, എങ്കിലും ക്ലിയറായ കാഴ്ചയില്ലാത്ത പലരും ഇവിടെ ഉണ്ടാകാം. ഇന്ന് രാത്രികാലം പൂർണ്ണമായി നിങ്ങൾക്ക് യേശുവിനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അവൻ്റെ ടച്ച് നാം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അവൻ്റെ സ്പർശം ഇതുവരെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കൂ. കർത്താവേ, എന്നെ ഒന്നുകൂടെ ഒന്ന് തൊടണമേ. എനിക്ക് ഫുള്ളായിട്ടൊരു വിഷൻ വേണം, എനിക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ വേണം, എനിക്ക് യഥാർത്ഥ കാഴ്ചപ്പാട് വേണം. എൻ്റെ ജീവിതം ഒന്ന് മാറണം, എൻ്റെ വെളിപ്പാട്, കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് മാറണം, യേശുവിനെ കുറിച്ചുള്ള അറിവ് മാറണം, കാഴ്ചപ്പാടുകൾ മാറണം, സമൂഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറണം. നീ ഇറങ്ങി വരണമേ കർത്താവേ, എന്നെ ഒന്ന് ഇന്ന് രാത്രികാലം ഒന്ന് തൊടണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എല്ലാവരും സ്തുതിച്ചാട്ടെ, ദൈവകരങ്ങളിൽ നമുക്കൊന്ന് സമർപ്പിച്ചാട്ടെ, കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. കർത്താവിനോട് പറയാ, എൻ്റെ കണ്ണൊന്ന് തുറക്കണമേ. എനിക്ക് പുറമെ കാഴ്ചയുണ്ട്, അത് ശരിയാണ്, എന്നാൽ എൻ്റെ വിഷൻ ക്ലിയർ ആയിട്ടില്ല, എൻ്റെ വിഷൻ ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. അങ്ങയെക്കുറിച്ചുള്ള യഥാർത്ഥ കാഴ്ചപ്പാട് ഇന്ന് രാത്രി എനിക്ക് നൽകണമേ, എന്നെ ഒന്നുകൂടെ ഒന്ന് സ്പർശിക്കണമേ എന്ന് ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവൻ്റെ ഒന്നാമത്തെ സ്പർശം അവന് കുറച്ച് കാഴ്ച കിട്ടിയെങ്കിലും യഥാർത്ഥ ധാരണ അവനുണ്ടായിട്ടില്ല, കാര്യങ്ങളെക്കുറിച്ച് ധാരണകൾ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഈ സമൂഹത്തിലാണെങ്കിലും നമ്മുടെ ചർച്ചുകളിലാണെങ്കിലും
നമ്മുടെ ആത്മമണ്ഡലത്തിലാണെങ്കിലും ആത്മഗോളത്തിലാണെങ്കിലും ഒരുപാട് പേര് ദൈവിക അനുഭവങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. പക്ഷെ ക്ലിയറായ വിഷൻ ഇല്ലാത്തത് കൊണ്ട് ദൈവത്തെ പൂർണ്ണമായോ ശരിയായിട്ടുള്ള നിലയിലോ കാണാൻ കഴിയുന്നില്ല. ഷാർപ്പായിട്ട് കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മളിൽ പലർക്കും. അങ്ങനെയാണ്. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥനയാകട്ടെ, കർത്താവേ, നിന്നെ എനിക്ക് ക്ലിയറായി ഒന്ന് കാണുവാൻ, നിന്നെ എനിക്ക് കൂടുതലായി ഒന്ന് അനുഭവിക്കുവാൻ, നിന്നെ എനിക്കൊന്ന് തൊടുവാൻ, നിന്റെ സാന്നിധ്യം എനിക്കൊന്ന് മനസ്സിലാക്കുവാൻ. കർത്താവേ, എന്നെ വീണ്ടും ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് വീണ്ടും തൊടണമേ, എന്നെ വീണ്ടും സ്പർശിക്കണമേ. എനിക്ക് രണ്ടാമത്തെ ഒരു സ്പർശം ആവശ്യമാണ്. അപ്പോൾ അവനെ ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. കർത്താവിൻ്റെ ഒരു സ്പർശം കൂടെ അവനുണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ അവിശ്വാസം അലിഞ്ഞു പോകത്തുള്ളൂ. അവൻ്റെ ജീവിതത്തിലെ ഭയങ്ങൾ മാറിപ്പോകുകയുള്ളൂ. അവൻ്റെ ജീവിതത്തിൻ്റെ ഏകാന്തത മാറത്തുള്ളൂ. അവൻ്റെ ജീവിതത്തിലെ മാനസിക പ്രശ്നങ്ങൾ മാറത്തുള്ളൂ. അവൻ്റെ ഡിപ്രഷൻ മാറിപ്പോകുകയുള്ളൂ. കർത്താവിൻ്റെ ഒരു സ്പർശം കൂടെ ആവശ്യമാണ്. എങ്കിലേ അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അവൻ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ളൂ. ഇന്ന് പകൽവേളയിൽ ഏകാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഭയം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവത്തോട് പറ, എന്നെ ഒന്ന് മാറ്റാൻ, എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ, എന്നെ ഒന്ന് സ്പർശിക്കണമേ, നിന്റെ സാന്നിധ്യം എൻ്റെ മേലൊന്ന് വരണമേ, നീ എന്നെ ഒരു പ്രാവശ്യം കൂടെ തൊടണമേ കർത്താവേ. ഈ കൃപ എനിക്ക് പോരാ, ഈ ശുശ്രൂഷ എനിക്ക് പോരാ, ഈ ജീവിതം എനിക്ക് പോരാ, ഈ ആത്മീയ ജീവിതം പോരാ. എൻ്റെ കാഴ്ചപ്പാടൊന്ന് മാറണം, എൻ്റെ അവസ്ഥകൾക്കൊന്ന് മാറ്റം വരണം, എന്നെ ഒന്ന് മാറ്റണമേ, എൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു മാറ്റം വരുത്തണമേ. ഇവിടെ ഒരു പ്രോഗ്രസീവ് റെവലേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ പുരോഗമനാത്മകമായ ഒരു വെളിപ്പാട്, അല്ലെങ്കിൽ മലയാളത്തിൽ മറ്റൊരു വാക്ക് പറഞ്ഞാൽ ക്രമാനുസൃതമായ ഒരു വെളിപ്പാട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക്, ഒരു സ്റ്റെപ്പിൽ നിന്ന് മറ്റൊരു സ്റ്റെപ്പിലേക്ക് വരുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു വെളിപ്പാടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ അത്ഭുതങ്ങൾ എന്തുകൊണ്ടാണ് ദൈവം സ്റ്റേജുകളായി ചെയ്യുന്നത്? കർത്താവിനെ ഒന്ന് തൊട്ട് സുഖപ്പെടുത്തിയാൽ മതി. ലാസറിന്റെ കല്ലറയിൽ ചെന്നപ്പോൾ ലാസറെ പുറത്തു വരാൻ പറഞ്ഞപ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ടല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ല, പ്രോഗ്രസീവ് അല്ല, അനുക്രമമായിട്ടൊന്നുമല്ല ചെയ്തത്, പുരോഗമനാത്മകമായല്ല അവിടെ ചെയ്തത്. മറിച്ച് ഒറ്റ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒറ്റ വിളിയിൽ അവിടെ സൗഖ്യമായെങ്കിൽ ഇവിടെ ഒരു മനുഷ്യനെ കർത്താവ് തൊടുന്നത് പ്രോഗ്രസീവ് ആയിട്ടാണ്. ദൈവം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവനെ തൊടുകയാണ്. കർത്താവ് എന്തിനാണ് അദ്ദേഹത്തെ ആദ്യം ഒന്ന് ടച്ച് ചെയ്തു, പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് വന്നില്ല. രണ്ടാമതൊരു ടച്ച്, അപ്പോഴാണ് അവൻ പൂർണ്ണ കാഴ്ച അവൻ പ്രാപിക്കുന്നത് എന്ന് നാം പരിശോധിച്ചാൽ, ദൈവം നമ്മളെ തൊടുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് കൂടുതൽ ദാഹത്തോട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് നാം വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അവിശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹം, അവിശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പട്ടണം, അവിശ്വാസമുള്ള കൂട്ടുകാർ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൽ നിൽക്കുന്ന ഈ മനുഷ്യനോട് കർത്താവ് ആഗ്രഹിക്കുന്നത് അവന് കൂടുതൽ സൗഖ്യത്തിനും വിടുതലിനുമായിട്ടുള്ള ആഗ്രഹം അവന് ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് യേശു അറിഞ്ഞു. അതുകൊണ്ടാണ് അവനെ ഒറ്റ സ്പർശത്തിൽ അവനെ തൊട്ടില്ല. ഒരു സ്പർശം കൊണ്ട് നിർത്തുന്ന ഒരു കർത്താവല്ല. ദൈവം എന്തെങ്കിലും തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കാതെ നിർത്തത്തില്ല. എന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ചില സൗഖ്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, ചില വിടുതലുകൾ തന്നിട്ടുണ്ടെങ്കിൽ, ചില കാഴ്ചപ്പാടുകൾ തന്നിട്ടുണ്ടെങ്കിൽ, ചില വെളിപ്പാടുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് അവൻ തുടങ്ങുന്നത് കൊണ്ട് അവസാനിപ്പിക്കുന്ന ദൈവമല്ല. അവൻ തുടങ്ങിയ അത് പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവം. ദൈവം എന്തെങ്കിലും തുടങ്ങിയാൽ ദൈവം അവിടം കൊണ്ട് നിർത്തത്തില്ല. പലരും തുടങ്ങിയിട്ടുണ്ട്, എങ്ങും എത്താത്ത ഒരു സ്ഥിതിയിലാണ്. എവിടെയൊക്കെ എന്തൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, എവിടെയൊക്കെ കണക്ഷൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, എവിടെയൊക്കെ കയറി വരാൻ കഴിയുന്നില്ല, എവിടെയൊക്കെയോ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് വരാൻ കഴിയുന്നില്ല. പണ്ടൊക്കെ ആ തൊടലിൻ്റെ ആ സ്പർശം ഉണ്ടായിരുന്നു, അന്ന് എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി. പക്ഷെ ഇപ്പോൾ കണക്ഷൻ വിട്ടുപോയിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവം പറയുകയാണ്, ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഒരു മടങ്ങി വരവ് ആവശ്യമായിരിക്കുന്നു. ദൈവം നിന്നെ എന്തെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അത് പൂർത്തി വരുത്താതെ നിർത്തുന്ന ഒരു ദൈവമല്ല. അവൻ്റെ സ്പർശം രണ്ടാമതും അവൻ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഹൃദയ പരമാർത്ഥതയോട്, കരച്ചിലോട്, വിലാപത്തോട് ദൈവത്തിന്റെ സന്നിധാനത്തിൽ വരാൻ തയ്യാറായ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രികാലം ഇവിടെയുണ്ട്. കൂടുതൽ വിശപ്പുണ്ടാകണം. ആദ്യ സ്പർശം കണ്ട് അതുകൊണ്ട് നിർത്തുന്നില്ല ദൈവം. അവൻ്റെ ധാരണകളെയൊക്കെ മാറ്റി അവനെ വ്യത്യാസപ്പെടുത്തുകയാണ്. സൂര്യോദയം രാവിലെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമല്ലാത്ത
ഒരു കാഴ്ചയായിരിക്കും അവിടെ ഉള്ളത്. എന്നാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ പ്രകാശം കൂടുതൽ കൂടുതൽ വ്യക്തമായി മാറും. ഹല്ലേലൂയ. ദൈവത്തെ നാം കാണുമ്പോൾ അതാണ്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ എല്ലാ കാര്യവും ഒരു ദിവസം കൊണ്ട് മനസ്സിലാകത്തില്ല. എല്ലാ വെളിപ്പാടുകളും എന്നും നമ്മൾ പൂർത്തീകരിക്കപ്പെടത്തില്ല. ഒരു സൂര്യോദയം പോലെയാണ്. അത് ആദ്യം മങ്ങിയ കാഴ്ചയാണെങ്കിൽ കൂടുതൽ വ്യക്തമായ കാഴ്ച പിന്നീട് നൽകുന്നത് പോലെ ഇന്ന് മങ്ങിക്കാണുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ഇന്ന് ദൈവത്തോട് പറയാം, ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ മങ്ങിയ അവസ്ഥകൾ മാറി കൂടുതൽ വ്യക്തമായ, കൂടുതൽ കൃത്യമായ, കൂടുതൽ ഷാർപ്പായ ഒരു ദർശനം ഇന്ന് രാത്രി എനിക്ക് നൽകണമേ. പ്രവാചകനെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക് ആത്മാവ് കടത്തിക്കൊണ്ടുപോകുന്നു. എന്നാൽ അവിടെ നമ്മൾ കാണുന്നത്, അവിടെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന താഴ്വര അതിൻ്റെ നടുവിൽ നിർത്തുകയാണ്. പ്രവാചകനെ ചുറ്റി നടത്തി. അപ്പോൾ പ്രവാചകനോട് ചോദിക്കുന്ന ചോദ്യം, ഈ അസ്ഥികൾ ജീവിക്കുമോ? അപ്പൊ ഈ ചോദ്യം ദൈവം ചോദിക്കുന്നത്, നീ നിൽക്കുന്ന ഈ താഴ്വര പ്രതിസന്ധികളുടെ താഴ്വരയാ, എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോയ താഴ്വരയാ, എല്ലാവരും മറന്ന താഴ്വരയാ, ജീവനില്ലാത്ത താഴ്വരയാ, ലൈഫ്ലെസ്, ഹോപ്പ്ലെസ് ആൻഡ് ഫോർഗോട്ടൺ. ജീവനില്ല, പ്രതീക്ഷയില്ല, എല്ലാവരും മറന്നുപോയ താഴ്വര. ചിലപ്പോഴൊക്കെ ജീവിതത്തിൻ്റെ ചില താഴ്വരകളിൽ നമ്മുടെ സ്നേഹിതരെല്ലാം മറക്കും, നമ്മുടെ ബന്ധുമുത്താദികൾ മറക്കും, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മളെ സ്നേഹിച്ചവർ, അവരെല്ലാം മറക്കുന്ന ചില താഴ്വരകളുണ്ട്. ആ താഴ്വരയിൽ കൊണ്ടു നിർത്തിയിട്ട് ദൈവം ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രതീക്ഷയില്ലാതായിരിക്കാം ഇന്ന് രാത്രി ചിലർ ഇവിടെ ആയിരിക്കുന്നത്. എന്നാൽ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ താഴ്വരയിലേക്ക് ദൈവം കൊണ്ടുപോകുമ്പോൾ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ അസ്ഥികൾക്ക് മാറ്റം വരുമോ? ഈ അസ്ഥികൾക്ക് മാറ്റം വരുമോ? നിന്റെ വിശ്വാസത്താൽ നിനക്ക് എഴുന്നേൽക്കാൻ കഴിയുമോ ഇന്ന് രാത്രി? കർത്താവ് എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ദൈവം പലപ്പോഴും അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ നീ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ ചോദിക്കാതെ വേണമെങ്കിൽ യേശു ആക്കാം. പക്ഷേ കർത്താവ് ചോദിക്കുന്നത്, നീ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറണം, നിന്റെ വിശ്വാസത്തിൽ നീ ഒന്ന് ഉയരണം. നീ താഴ്വരയിലാണ് ഇരിക്കുന്നത്, അത് ശരിയാണ്. നീ എല്ലാവരും മറന്ന സ്ഥലത്താണ് നീ ഇരിക്കുന്നത്, ജീവനില്ലാത്ത സ്ഥലത്താണ് ആയിരിക്കുന്നത്, നീ രോഗിയായിട്ടാണ് ഇരിക്കുന്നത്, നീ മനോഭാരത്താലാണ് ഇരിക്കുന്നത്, നീ ജീവിതത്തിൻ്റെ ഏത് താഴ്വരയിലാണെങ്കിലും നിന്നോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം, ഹല്ലേലൂയ, ഈ അസ്ഥികൾ ജീവിക്കുമോ? കമോ, നാം വിശ്വാസത്തിൽ ഒന്ന് എഴുന്നേൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്താൽ ഒന്ന് കയറി വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്താൽ നാം ഒന്ന് വർദ്ധിച്ചു വരുവാൻ, വിശ്വാസത്തിൽ ഉണർന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇപ്പൊ ഇവിടെ ആദ്യം പറയുകയാണ് അസ്ഥികളോട് പ്രവചിക്കാൻ. ഇവിടെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള അത്ഭുതങ്ങളാണ് കാണുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം പറയുന്നത് അസ്ഥികളോട് പ്രവചിക്കാൻ. അസ്ഥികളോട് പ്രവചിച്ചു. ആദ്യം അത് ഞരമ്പും ത്വക്കും അതേപോലെ മാംസമൊക്കെ വിടുന്നു. ഇതെല്ലാം വന്നു. ആദ്യത്തെ ടച്ച് അല്ലെങ്കിൽ ആദ്യത്തെ ദൈവത്തിൻ്റെ പ്രവൃത്തി, ആദ്യത്തെ പ്രവചനം അവിടെ സംഭവിക്കുന്നത് ഭാഗികമായി മാത്രമേ അവിടെ അത്ഭുതം നടന്നിട്ടുള്ളൂ. പിന്നെയും പ്രവാചകനോട് പറയുകയാണ്, നീ കാറ്റിനോട് പ്രവചിക്കാൻ പറയുകയാണ്. കാറ്റിനോട് പ്രവചിച്ചപ്പോൾ രണ്ടാമത്തെ ദൈവത്തിൻ്റെ പ്രവൃത്തിയായി അവിടെ നമുക്ക് കാണുന്നു. കാറ്റിനോട് പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അതിൻ്റെ മേൽ ഊതപ്പെട്ടു, ഒരു ജീവനുള്ള ഒരു സൈന്യമായി മാറി. ഹല്ലേലൂയ. പ്രതീക്ഷകളില്ലാത്ത ഒരു സ്ഥലത്ത് ദൈവത്തിൻ്റെ രണ്ടാമത്തെ പ്രവൃത്തിക്ക് ജീവൻ പകരാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രിക്കാലം അത്ഭുതം ഇന്നും അവസാനിച്ചിട്ടില്ല. അത്ഭുതം ഇന്നും അവസാനിച്ചിട്ടില്ല. അത്ഭുതം ഇന്നും അവസാനിച്ചിട്ടില്ല. അവർ ഗോഡ് ഈസ് ഗോഡ് ഓഫ് സെക്കൻഡ് ടച്ച്. അവൻ രണ്ടാമത് സ്പർശിക്കുന്ന ഒരു ദൈവമാണ്. രണ്ടാമത് സ്പർശിക്കുന്ന ഒരു ദൈവമാണ്. അവന്റെ അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല. അവന്റെ അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല. അവർ ഗോഡ് ഈസ് ഗോഡ് ഓഫ് സെക്കൻഡ് ടച്ച്. അവൻ രണ്ടാമതേയും സ്പർശിക്കുന്ന ദൈവമാണ്. അവൻ രണ്ടാമതേയും സ്പർശിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ഈ തലമുറയിൽ ഞങ്ങളെ വ്യത്യസ്തമാക്കണമേ, ഞങ്ങളെ ഒന്നുകൂടെ ഒന്ന് തൊടണമേ. പ്രതീക്ഷയില്ലാത്ത പല സ്ഥലങ്ങളുമുണ്ട്, ജീവനില്ലാത്ത പല സ്ഥലങ്ങളുമുണ്ട്, ജീവനില്ലാത്ത പല മേഖലകളുമുണ്ട്. ഞങ്ങളുടെ ശരീരത്തിൽ മാത്രമല്ല, മനസ്സിൽ മാത്രമല്ല, ഞങ്ങളുടെ സമൂഹത്തിലും അപ്രകാരമുണ്ട്. ഞങ്ങളെ ഒന്നുകൂടെ ഒന്ന് സന്ദർശിക്കണമേ, ഒന്നുകൂടെ ഒന്ന് ഇറങ്ങി വരണമേ, ഒന്നുകൂടെ ഒന്ന് ഇറങ്ങി വരണമേ, ഒന്നുകൂടെ ഒന്ന് ഇറങ്ങി വരണമേ, ഒന്നുകൂടെ ഒന്ന് ഇറങ്ങി വരണമേ, ഒന്നുകൂടെ ഒന്ന് പ്രവർത്തിക്കണമേ എന്ന് ഇന്ന് രാത്രികാലം ദൈവത്തോട് പറ. ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വരുവാൻ, അവൻ അത്ഭുതങ്ങളെ ചെയ്യുവാൻ മതിയായവനാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അത്ഭുതവും വിടുതലുമുണ്ട്. അവർ ഗോഡ് ഈസ് ഗോഡ് ഓഫ് സെക്കൻഡ് ടച്ച്. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് രണ്ടാമത് കൂടെ ഒന്ന് സ്പർശിക്കുന്നവനാണ്. ആദ്യത്തെ സ്പർശം കൊണ്ട് എല്ലാം ക്ലിയർ ആയിട്ടില്ല. ദൈവം അവിടം കൊണ്ട് മതിയാക്കത്തില്ല. ദൈവം യാക്കോബിനെ വിളിച്ചു, ദൈവത്തിൻ്റെ വേലയ്ക്കായി
ദൈവം കണ്ട ഒരാളായിരുന്നു യാക്കോബ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു, ജീവിതത്തിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടായി, ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടലുകളുണ്ടായി, ഒളിച്ചോടിപ്പോകേണ്ടതായി വന്നു. എന്നിട്ടും ദൈവം യാക്കോബിനോട് പറഞ്ഞില്ല, ഞാൻ മിസ്റ്റേക്ക് ചെയ്തു, നിന്നെ വിളിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ അബദ്ധം, നിന്നെ ഞാൻ വിളിക്കരുതായിരുന്നു എന്ന് യാക്കോബിനോട് ദൈവം പറഞ്ഞില്ല. അവൻ്റെ പ്രശ്നങ്ങളുടെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും ഒറ്റപ്പെടലിൻ്റെ നടുവിലും ഓടിപ്പോക്കിൻ്റെ നടുവിലും ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു ഇസ്രായേലാക്കി മാറ്റും, ഞാൻ നിന്നെ ഒരു ഇസ്രായേലാക്കി മാറ്റും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയുടെ നടുവിലും ദൈവം കൈവിട്ട് കളഞ്ഞില്ല. കാരണം ദൈവത്തിൻ്റെ വിളി യാക്കോബിൻ്റെ മേൽ ഉള്ളത് കൊണ്ട് ദൈവം ആരംഭിച്ചത് അവൻ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ദൈവം നിന്നിൽ എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നിൽ എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഇന്നും മറന്നു കളഞ്ഞിട്ടില്ല. അവൻ ആരംഭിച്ചതുപോലെ അതിനെ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന ദൈവമാണ്. ഈ ക്രമാനുസൃതമായ പ്രോഗ്രസീവായിട്ടുള്ള ദൈവത്തിൻ്റെ സ്പർശനം മാത്രമല്ല, ദൈവത്തിൻ്റെതായ വെളിപ്പാടുകളും അങ്ങനെ നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവത്തിൻ്റെ രാജ്യത്തോടുള്ള ബന്ധത്തിലുള്ള വെളിപ്പാട്. പുതിയ നിയമത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ രാജ്യം എന്നത്. കിങ്ഡം ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു പറഞ്ഞു, സ്വർഗരാജ്യം നിങ്ങളുടെ നടുവിലുണ്ട്. യേശു പറഞ്ഞു, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ഇപ്പം യേശു വന്നതോടുകൂടെ ദൈവരാജ്യം ആരംഭിച്ചു. യേശു കടന്നു വന്നതുപോലെ ഭൂതങ്ങൾ പുറത്തായി, ബന്ധനങ്ങൾ അഴിഞ്ഞു, രോഗികൾ സൗഖ്യം പ്രാപിച്ചു, മനുഷ്യർ മാനസാന്തരപ്പെട്ടു, മനുഷ്യർ പാവബോധവും പശ്ചാത്തപിച്ച് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നു. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ നടന്നപ്പോൾ ദൈവരാജ്യത്തിൻ്റെ കടന്നുകയറ്റം ഈ ഭൂമിയിലുണ്ടായി എന്ന യേശു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ യേശു പറയുന്നു, ദൈവരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത്. നമ്മളെല്ലാം ദൈവരാജ്യത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ യേശു പഠിപ്പിച്ചത് ദൈവരാജ്യം വരണമേ, ദൈവരാജ്യം വരണമേ. ഇതൊരു പ്രോഗ്രസീവാണ്. ദൈവരാജ്യത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്. ഇന്ന് രാത്രി അശുദ്ധാത്മാക്കൾ ഇവിടുന്ന് വിട്ടുപോകുമ്പോൾ, ബന്ധനങ്ങൾ അഴിയുമ്പോൾ നാം മനസ്സിലാക്കണം, ദൈവരാജ്യത്തിൻ്റെ കടന്നുകയറ്റം ഇവിടെയുണ്ട്, അവൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇവിടെ ദൈവരാജ്യത്തിൻ്റെ ഭാഗികമായ പ്രോഗ്രസീവായ ഒരു സ്റ്റേജിലോടാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. അതുകൊണ്ട് തീരുന്നില്ല. ദൈവരാജ്യത്തിന് ഇനിയും അടുത്ത ഘട്ടമുണ്ട്, അതിനും അപ്പുറത്തെ ഘട്ടമുണ്ട് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തന്നെ, ഈ ഭൂമിയിൽ തന്നെയാണ് ദൈവരാജ്യത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം. അതിൻ്റെ കാരണം 1000 ആണ്ട് വാഴ്ച. ഇന്ന് നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു രാജ്യമായിരിക്കും 1000 ആണ്ട് വാഴ്ച. അതും ഭൂമിയിലാണ്. മനുഷ്യൻ്റെ നിത്യത എന്ന് പറയുന്നതും ഭൂമിയിലാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. നാം ഇന്ന് ജീവിക്കുന്ന ഈ ആകാശവും ഈ ഭൂമിയും മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ കൊള്ളാത്ത ഒരു സ്ഥലമായതുകൊണ്ട് ഈ ഭൂമിയെയും ഈ ഭൂമണ്ഡലത്തെയും ദൈവം മാറ്റിയിട്ട് കർത്താവ് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുമെന്ന് തിരുവചനം അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഈ ആകാശം മാറും, ഈ ഭൂമി മാറും, നാം ഈ ചവിട്ടി നിൽക്കുന്ന ഭൂമി മാറും. ഈ ഭൂമിക്ക് പകരം ഒരു പുതിയ ഭൂമിയെ ദൈവം സൃഷ്ടിക്കും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഏറ്റവും സ്റ്റേജിലായിരിക്കുന്നു. ആ സ്റ്റേജിലായിരിക്കുന്ന ഈ ഭൂമിയിൽ ഈ മനുഷ്യരോടൊപ്പം ദൈവത്തിന് ഒരിക്കലും നിരന്തരം വസിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ദൈവം ഒരു പുനഃസൃഷ്ടി നടത്താൻ പോവുകയാണ്. ഒരു പുതിയ സൃഷ്ടി യേശു നടത്താൻ പോവുകയാണ്, ദൈവം നടത്താൻ പോവുകയാണ്. അതാണ് ഈ ദൈവരാജ്യത്തിൻ്റെ അനുക്രമമായിട്ടുള്ള അല്ലെ ക്രമാനുസൃതമായിട്ടുള്ള വെളിപ്പാടെന്ന് പറയുന്നത്. യേശുക്രിസ്തു പറഞ്ഞ ഉപമ നമ്മൾ നോക്കണം. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ ഉണ്ട്. അടുത്ത ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. യേശു പറയുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, ദൈവരാജ്യം ഒരു പുളിച്ച മാവിനോട് സദൃശ്യം, ദൈവരാജ്യം അതേപോലെ കടുകുമണിയോട് സദൃശ്യം, ദൈവരാജ്യം ഒരു മനുഷ്യൻ എറിഞ്ഞു കളഞ്ഞ വിത്തിനോട് സദൃശ്യം. അവൻ എറിഞ്ഞു കളഞ്ഞു. അപ്പോൾ എന്താണ് അതിനകത്ത് നമുക്ക് ക്രമാനുസൃതമായ ദൈവപ്രവൃത്തി കാണാൻ കഴിയുന്നുണ്ട്. ആദ്യം വിത്ത് എറിയുന്നു, അതിനുശേഷം ഞാറുണ്ടാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? കൊയ്യുന്നു, കതിരുണ്ടാകുന്നു,
അതിനുശേഷം അത് വിളവെടുക്കുന്നു. ഇങ്ങനെ 4 ഘട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സ്റ്റേജുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ക്രമാനുസരണമായി വരുന്നതാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്നതാണ്. ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ കുറച്ചൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണതയിലേക്ക് നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ അടുത്ത വെളിപ്പാടിലേക്ക് എന്നെ കൊണ്ടുവരണമേ. നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം തരുന്ന വെളിപ്പാടുകളുണ്ട്. ഉദാഹരണത്തിന് ശമൂവേൽ ഒരു പ്രവാചകനായി അറിയപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഏർലി സ്റ്റേജ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരംഭ ജീവിതകാലം ആലയത്തിൽ. ഒരിക്കൽ ആലയത്തിലെ അണയാറായ സമയത്ത് മന്ദിരത്തിനകത്ത് പെട്ടകം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് എന്ന് താൻ ഉറങ്ങാൻ കിടന്നപ്പോൾ താനൊരു ശബ്ദം കേട്ടു. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം, താൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ശബ്ദം. ആ ശബ്ദം കേട്ടപ്പോൾ ഏലി ആയിരിക്കാം വിളിച്ചതെന്ന് വിചാരിച്ച് ഏലിയുടെ അടുക്ക ചെന്നപ്പോൾ യജമാനൻ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഈ ശമൂവേൽ പറയുന്നു, ഞാൻ വിളിച്ചില്ല. രണ്ടാമതെയും ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ശമൂവേലിൻ്റെ അടുക്ക ചെന്നു, തന്നോട് ചോദിക്കുന്നു, വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ വിളിച്ചിട്ടില്ല. മൂന്നാമത്തെ പ്രാവശ്യവും ചെല്ലുന്നു, അവിടെയും പറയുകയാണ്, വിളിച്ചിട്ടില്ല. അപ്പോൾ 4ാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ ഏലി പറഞ്ഞു, അടിയനിതാ, അടിയനോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞു. അടിയനോട് സംസാരിക്കണമേ. അപ്പം 4ാമത്തെ പ്രാവശ്യവും ഈ ശബ്ദം കേട്ടപ്പോൾ ഇവിടെ ശമൂവേൽ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി, ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അവിടെ നമ്മൾ വായിക്കുന്നു, ഇതുവരെയും യഹോവയെ യഥാർത്ഥത്തിൽ ശമൂവേൽ അറിഞ്ഞിട്ടില്ല. ഇതുവരെയും അറിയേണ്ട രീതിയിൽ ശമൂവേൽ യഹോവയെ അറിഞ്ഞിട്ടില്ല. എന്നാൽ ദൈവ ശബ്ദം 4ാമത് കേട്ടപ്പോൾ അവൻ്റെ വിഷൻ മാറി എന്നുള്ളതാണ്. ആദ്യത്തെ 3 ശബ്ദം അവൻ കേൾക്കാൻ കഴിഞ്ഞെങ്കിലും അതിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 4ാമത്തെ ദൈവത്തിൻ്റെ സംസാരമാണ് അവന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഇന്ന് രാത്രികാലം ദൈവ ശബ്ദം പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്, പക്ഷേ അത് തിരിച്ചറിയാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ചിലരിവിടെ ഉണ്ട്. ദൈവം നമ്മളോട് സ്വപ്നങ്ങളിലൂടെ സംസാരിച്ചിട്ടുണ്ട്, ദൈവം ദർശനങ്ങളിലൂടെ സംസാരിച്ചിട്ടുണ്ട്, ദൈവ ശബ്ദം കേട്ടിട്ടുണ്ട്, വചനത്തിൽ സംസാരിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ ദാസന്മാരോട് സംസാരിച്ചിട്ടുണ്ട്, ദൈവം വ്യത്യസ്ത മേഖലകളിൽ ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ക്ലിയർ ആകാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രികാലം ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ പലപ്പോഴും ദൈവശബ്ദം കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് വ്യക്തമായിട്ടില്ല. ഈ ശമൂവേലിനെ പോലെ ദൈവശബ്ദത്തെ തിരിച്ചറിയാതെ ജീവിച്ച ഒരു കാലമുണ്ട്. ഇന്ന് രാത്രികാലം എനിക്ക് വ്യക്തത തരണമേ, എൻ്റെ വെളിപ്പാടിന് വ്യക്തത തരണമേ, എൻ്റെ ദർശനത്തിന് വ്യക്തത തരണമേ, എൻ്റെ സ്വപ്നത്തിന് വ്യത്യസ്തമായ കർത്താവേ തലങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകണം എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യമാണ്. ദൈവം നമ്മളോട് സംസാരിച്ചാലും ദൈവം സംസാരിച്ചോ എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ടോ? ദൈവം നമ്മളോട് ഇടപെട്ടിട്ടും ദൈവം ഇടപെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഇന്ന് എനിക്ക് ഒന്നുകൂടൊന്ന് ടച്ച് ചെയ്യണം, ഇന്ന് എന്നോട് ഒന്നുകൂടൊന്ന് സംസാരിക്കണം, ഇന്ന് എനിക്കൊരു പുതിയ വെളിപ്പാട് തരണം. കർത്താവേ, എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം. എനിക്ക് ഈ അവസ്ഥയിൽ ഇരുന്നാൽ പോരാ, ദൈവത്തെ കാണുവാൻ, യഹോവയെ കാണുവാൻ. അവസാനത്തെ 4ാമത്തെ ശബ്ദം ദൈവത്തെ തിരിച്ചറിഞ്ഞതുപോലെ, ഹല്ലേലൂയ, ശമൂവേൽ 4ാമത് കേട്ടപ്പോൾ യഹോവയെ തിരിച്ചറിഞ്ഞതുപോലെ ഇന്ന് രാത്രികാലം എൻ്റെ ചെവിയിലൂടെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം ദൈവത്തെ തിരിച്ചറിയുന്ന, എന്നെ രൂപാന്തരപ്പെടുത്തുന്ന ശബ്ദമായി മാറ്റണമേ. ചിലർ ദൈവവചനം എത്ര കേട്ടാലും മനസ്സിലാകാത്തവരുണ്ട്. അടുത്തിടയിൽ ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരൻ, അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ബൈജു എന്നാ പേര്. അദ്ദേഹം ആരാധനയ്ക്ക് വരും, പ്രസംഗം കേൾക്കും. അപ്പോൾ അടുത്തിടയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓട്ടർക്കോൾ വിളിച്ച് മുമ്പോട്ട് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ചു. ഒരു അസാധാരണ ദൈവശക്തി അദ്ദേഹത്തിലേക്ക് വന്നു. അദ്ദേഹത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അദ്ദേഹം ഒരിക്കൽ ടിമിഡായിരുന്ന ഒരാളാണ്, ഉൾവലിഞ്ഞു നിന്ന ഒരാളാണ്. പക്ഷേ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് വരാൻ തുടങ്ങി. അദ്ദേഹം മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങി, വെളിപ്പാടുകൾ പറയാൻ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. അന്നത്തെ ആ ടച്ച് അദ്ദേഹത്തിൻ്റെ രൂപാന്തരമുണ്ടായി. അതിനുശേഷം അദ്ദേഹം സാക്ഷ്യം പറയുകയാണ്, നേരത്തെ ഞാനിവിടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകത്തില്ല, ഇന്ന് എനിക്കിതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ദൈവം എന്നെ തൊട്ടു, ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തി, ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തി. ഹല്ലേലൂയ. വചനം കേട്ടിട്ടും വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ വെളിപ്പാടുകൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും.
വചന വെളിപ്പാട് നിങ്ങൾക്ക് തുറന്നു കിട്ടുക, ദൈവിക ദർശനങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുക, ദൈവത്തിന്റെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക. ഇന്ന് രാത്രി ദൈവത്തോട് പറ, കേവലം ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകാനല്ല. ഉല്ലൂർ കൺവെൻഷന്റെ 3-ാം രാത്രിയിൽ കലണ്ടറിലെ ഒരു പ്രോഗ്രാം ഫിനിഷ് ചെയ്ത് മടങ്ങിപ്പോകുന്നത് പോലെ പോകാനല്ല, ഒരു റൊട്ടീൻ പോലെ കാര്യങ്ങൾ ചെയ്തിട്ട് പോകാനല്ല. ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവേ, എന്നെ ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് മാത്രമേ, നീ എന്നെ ഒന്നുകൂടെ ഒന്ന് സ്പർശിച്ചിട്ട് മാത്രമേ എന്നെ മടക്കി അയക്കാവൂ. എനിക്ക് കുറച്ചുകൂടെ വെളിപ്പാട് ആവശ്യമാ, എനിക്ക് കുറച്ചുകൂടെ ശക്തി ആവശ്യമാ, എനിക്ക് കുറച്ചുകൂടെ രൂപാന്തരം ആവശ്യമാ, എനിക്ക് കുറച്ചുകൂടെ സൗഖ്യം ആവശ്യമാ, എനിക്ക് ഒന്നുകൂടെ ഒന്ന് വളരണം, അടുത്ത ലെവലിലേക്കൊന്ന് വളരണം, അടുത്ത ലെവലിലേക്ക് എനിക്കൊന്ന് വളരണം, എനിക്ക് അടുത്ത ലെവലിലേക്കൊന്ന് വളരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ആത്മീയ ജീവിതം പോരാ, ഇന്ന് നാം ആയിരിക്കുന്ന ആത്മീയ ജീവിതം പോരാ, ഇന്നത്തെ നമ്മുടെ ആരാധന പോരാ, ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ പോരാ. നമ്മുടെ ജീവിതത്തിൽ തീ വ്യാപരിക്കണം, തീ ശക്തിപ്പെടുത്തണം, തീ രൂപാന്തരപ്പെടുത്തുന്ന ഒരു തലമുറയാക്കി ഈ തലമുറയെ മാറ്റണം. ഇന്ന് രാത്രികാലം ഈ ഗ്രൗണ്ടിൽ കൂടിയിരിക്കുന്ന ദൈവജനത്തെ തീ രൂപാന്തരപ്പെടുത്തണം. തീ നമ്മുടെ അകത്ത് വ്യാപരിക്കാൻ തുടങ്ങിയ ഇതുപോലെ നമുക്ക് ഇരിക്കാൻ കഴിയത്തില്ല, ഇതുപോലെ നമുക്ക് ഇരിക്കാൻ കഴിയത്തില്ല. തീ ഇറങ്ങിയാൽ സഭയുടെ മേൽ തീ ഇറങ്ങിയ ഹല്ലേലൂയ ചേഞ്ചായി മാറും. ഹല്ലേലൂയ. 4-ാമത്തെ ദൈവം സംസാരിച്ചപ്പോൾ അവന്റെ ചെവി തുറന്നതുപോലെ ഇന്ന് രാത്രികാലം ദൈവ ശബ്ദം കേൾക്കുക, എന്റെ ചെവിയെ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്ന ദൈവവചനങ്ങൾ നമ്മുടെ ചെവിയെ തുറക്കണം, നമ്മുടെ ഹൃദയത്തെ തുറക്കണം, നമ്മുടെ മനസ്സിനെ തുറക്കണം, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം, ഒരു ഉണർവിലേക്ക് വരണം, നമ്മളെ ചേഞ്ച് ചെയ്യണം. മാളിക മുറിയിൽ വ്യാപരിച്ച ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ഇടയിലും വ്യാപരിക്കേണ്ടതിനായി ദൈവസന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. കലണ്ടറിലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോകുന്ന പോലല്ല, ഈ കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിട്ട് പോകണം, ജീവിതത്തിലൊരു മാറ്റം ഉണ്ടായിട്ട് പോകണം, ജീവിതത്തിലൊരു വ്യത്യാസം ഉണ്ടാകണം. നമ്മളെ കാണുന്നവർ പറയണം, എനിക്കൊരു മാറ്റം ഉണ്ടായെന്ന് പറയണം. നമ്മളെ കാണുന്നവർ പറയണം, ഇവൻ പണ്ടത്തെ പോലല്ല. ഞാൻ പറഞ്ഞല്ലോ, ബൈജുവിൻ്റെ സാക്ഷി ഇവിടെ പറഞ്ഞു, അദ്ദേഹം ഒരു ടിമിഡായിരുന്നു. ടിമിഡെന്ന് പറഞ്ഞാൽ ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരാൾ, എല്ലാ ആൾക്കാരുടെ മുമ്പിൽ വരാൻ മടിക്കുന്ന ഒരാൾ, അങ്ങനെ ഇരിക്കുന്ന ഒരാൾ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു, മൈക്ക് എടുക്കുന്നു, പ്രാർത്ഥന ലീഡ് ചെയ്യുന്നു, അദ്ദേഹം വെളിപ്പാടുകൾ പറയുന്നു. എന്താണ് സംഭവിച്ചത്? ടിമിഡിനെ ദൈവം ഒരു ടെസ്റ്റ് മണിയാക്കി മാറ്റി, ദൈവം ഒരു സാക്ഷ്യമാക്കി മാറ്റി. ദൈവം നിങ്ങളെ തൊട്ടാൽ അവൻ്റെ അടുത്ത സ്പർശം നിങ്ങളിലേക്ക് വന്നാൽ, അവൻ്റെ കരം നിങ്ങളുടെ മേൽ വന്നാൽ, അവൻ്റെ സൗഖ്യം നിങ്ങളുടെ മേൽ വന്നാൽ, ഇതുപോലെ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയത്തില്ല. നിങ്ങളെ ടെസ്റ്റ് മണിയാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയമുള്ളവരുടെ ഭയത്തെ മാറ്റുന്ന ദൈവം. ഓ ഹല്ലേലൂയ. ഭയമുള്ളവരുടെ ഭയത്തെ മാറ്റുന്ന ദൈവം, നിരാശയുള്ളവരുടെ നിരാശയെ മാറ്റുന്ന ദൈവം, ജീവിതം പരാജയമെന്ന് ചിന്തിച്ചിരുന്നവരുടെ ജീവിതത്തെ പണിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് 38 ആണ്ട് ഹല്ലേലൂയ രോഗിയായി കിടന്ന മനുഷ്യനെ തൊട്ടതുപോലെ ഇന്ന് രാത്രികാലം നമ്മളെ ചേഞ്ച് ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹൃദയത്തെ കൊടുക്കാൻ നാം തയ്യാറാണോ? ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ക്രമാനുസൃതമായി നടക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ ശമൂവേലിന് കൊടുത്ത വെളിപ്പാട്, അതുപോലെ നമ്മൾ പത്രോസിനെ നോക്കിയാൽ, യേശുവിൻ്റെ ശിഷ്യന്മാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരോട് യേശു തന്നെ ചോദിക്കുന്നു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു, ജനം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ, ജനം പറയുന്ന കാര്യങ്ങളും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നായി പറഞ്ഞു. അവർ വിചാരിച്ചു യേശു പ്രവാചകന്മാരിൽ ഒരാളാണ്, യോഹന്നാൻ സ്നാപകനാണ്. ഇങ്ങനെ പലരും പല അർത്ഥങ്ങൾ പറഞ്ഞപ്പോൾ പത്രോസിന് രണ്ടാമത്തെ ഒരു വെളിപ്പാട്, ഇന്ന് വരെ ഒരു പ്രവാചകനാണെന്ന യേശുവിനെ കുറിച്ച് വിചാരിച്ചത്. എന്നാൽ ദൈവം അവനൊരു വെളിപ്പാട് കൊടുത്തപ്പോൾ അവൻ പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്നു. ഹല്ലേലൂയ. വെളിപ്പാടില്ലാതെ അവനത് പറയാൻ കഴിയത്തില്ല. ഇതുവരെയുമുള്ള വെളിപ്പാട് അവനൊരു പ്രവാചകനെന്നാണ്, അവനൊരു നല്ല മനുഷ്യനാണ്, പ്രവാചകന്മാരിൽ ഒരാളെന്നാണ്. എന്നാൽ മറ്റൊരു വെളിപ്പാട്, അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയത്തക്ക നിലയിൽ ദൈവം അവന് ക്രമാനുസൃതമായ വെളിപ്പാട് കൊടുക്കുക. ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ക്രമാനുസൃതമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ക്രമാനുസൃതമാണ്. നിങ്ങൾ നോക്കുക, ദൈവം ചിലരെ അനുഗ്രഹിച്ചപ്പോൾ ഒറ്റ സ്റ്റെപ്പിലല്ല അനുഗ്രഹിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് അബ്രഹാമിനെ നിങ്ങൾ നോക്കിയാൽ മതി. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു, ഒരു ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വിളിക്കുന്നു, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി സേവിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് വിളിക്കുന്നു. താൻ അറിയാത്ത സ്ഥലം, യഥാർത്ഥ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. എവിടെ താൻ പോകുമെന്ന് തനിക്കറിയില്ല. പക്ഷേ കർത്താവ് തന്നോട് സംസാരിച്ചു എന്ന് തനിക്കറിയാം. തനിക്ക് കിട്ടിയ വെളിപ്പാട് കുറച്ച് മാത്രമേ ഉള്ളൂ. ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയത്തില്ല. ഇന്ന് രാത്രികാലം വെളിപ്പാട് കണ്ട് ഇറങ്ങി വന്നവരുണ്ട്, ദൈവശബ്ദം കേട്ട് ഇറങ്ങി വന്നവരുണ്ട്. നാളെ എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല. പക്ഷേ നാളെ പിടിച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്, നാളെ പിടിച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്, നാളെ പിടിച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്. നമുക്ക് വെളിപ്പാടുണ്ടായിട്ട് ഇറങ്ങി വന്നതാണെങ്കിൽ നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുന്നില്ലെങ്കിൽ നാളെ പിടിച്ചിരിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി ശ്രേഷ്ഠകരമായ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം.
വിശ്വസിക്കാൻ കഴിയണം. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രോഗ്രസ്സിൽ ദൈവം തന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് മക്കളെ തരാം. അബ്രഹാമിന് മക്കളെയൊക്കെ ദൈവം കൊടുത്തു. അബ്രഹാമിന് അനുഗ്രഹങ്ങൾ കൊടുത്തു, ആടുമാടുകൾ കൊടുത്തു. അതെ, വിശ്വാസികളുടെ പിതാവായി ദൈവം തന്നെ ഉയർത്തി. ഇന്ന് സമൂഹത്തിൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനത പറയുന്നു, അബ്രഹാം ഞങ്ങളുടെ പിതാവെന്ന് വിളിച്ചു പറയത്തക്ക നിലയിൽ. എന്തുകൊണ്ട്? ദൈവത്തെ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം തനിക്ക് കൊടുത്ത പ്രതിഫലമാണ്. അനുഗ്രഹങ്ങൾ പ്രോഗ്രസീവാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അവിടം കൊണ്ട് നിർത്തുന്ന ദൈവമല്ല. ചില വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്, അവിടം കൊണ്ട് നിർത്തുന്ന ദൈവമല്ല. ഇനിയും ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാനുണ്ട്, ചിലതുകൂടെ വെളിപ്പെട്ടു വരാനുണ്ട്. ഇന്ന് രാത്രികാലം ദൈവത്തോട് പ്രാർത്ഥിര്, കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങൾ തീർന്നു പോയിട്ടില്ല, നിന്റെ അനുഗ്രഹങ്ങൾ തീർന്നു പോയിട്ടില്ല, ഇനിയും ചില അനുഗ്രഹങ്ങളുണ്ട്, അത് പ്രാപിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് ദൈവത്തോട് പറ. ദാവീദിനെ ദൈവം വിളിച്ചു. ഒരു ബാലനായിട്ട് ജനിച്ചു. ബാലനായി താനായിരിക്കുമ്പോൾ ആരും അംഗീകരിക്കാത്ത വീട്ടിലുള്ള തൻ്റെ സഹോദരന്മാർ തന്നെ അംഗീകരിച്ചില്ല. തൻ്റെ അപ്പൻ വേണ്ട വിധത്തിൽ തന്നെ അംഗീകരിച്ചിട്ടില്ല. പട്ടണവാതക്കൽ തന്നെക്കുറിച്ച് ആൾക്കാർ ആക്ഷേപം പറയും. താൻ കടം വാങ്ങാതെ തിരികെ കൊടുക്കേണ്ടതായി വരുന്നു. ആ ദേശത്തെ ഏതെങ്കിലും ഒരു മോഷണം നടന്നാൽ അവൻ്റെ സഹോദരന്മാർ ഉൾപ്പെടെ ചേർന്ന് പറയും, ഇവനാണ് മോഷ്ടിച്ചത്, അതുകൊണ്ട് കടം വാങ്ങിക്കാതെ തിരികെ കൊടുക്കേണ്ട ഒരാൾ. തൻ്റെ അമ്മയുടെ സഹോദരന്മാർ തന്നെ ഉപേക്ഷിച്ചു, അവനെ സ്നേഹിച്ചില്ല. പക്ഷേ ദൈവം തന്നെ വിളിക്കുന്നു, ദൈവത്തിൻ്റെ അഭിഷേകം വരുന്നു. ആ അഭിഷേകം കൊണ്ട് എല്ലാമായില്ല. ഒരു ദിവസം കൊണ്ട് രാജാവായില്ല. ഒരു ദിവസം അഭിഷേകം വന്നു, എന്നാൽ ദീർഘനാളുകളിൽ കാത്തിരിക്കേണ്ടതായി വന്നു. ഒരിക്കൽ താൻ യഹൂദയുടെ രാജാവായി, എന്നിട്ടും ഇസ്രായേലിൻ്റെ രാജാവായില്ല. അതിനുശേഷം വെയിറ്റ് ചെയ്യേണ്ടതായി വന്നു. ദൈവം പിന്നെ അദ്ദേഹം ഇസ്രായേലിൻ്റെ രാജാവാക്കി. ദൈവം തനിക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ ക്രമമായി, ആ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രസീവായി ആ അനുഗ്രഹങ്ങൾ വരുന്നത് നമുക്ക് കാണാം. ദൈവം തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അനുഗ്രഹിക്കുന്നു. നമ്മൾ എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. ഇനിയും മുന്നേറാനുണ്ട്, ഇനിയും ചിലത് പ്രാപിക്കാനുണ്ട്, ഇനിയും മുമ്പോട്ട് പോകാനുണ്ട്, ഇനിയും ചിലത് ദൈവത്തിങ്കിൽ നിന്ന് നാം ചോദിച്ചു വാങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തീർന്നു പോയിട്ടില്ല. പ്രത്യാശ കൈവിടരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. അടുത്തത് ദൈവത്തിൻ്റെ സൗഖ്യം ക്രമാനുസൃതമാണ്. കുഷ്ഠരോഗിയായ നയമാൻ കടന്നു വരുന്നു, സൗഖ്യത്തിനായി വരികയാണ്. കർത്താവിന് വേണമെങ്കിൽ അവനെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കാം. പക്ഷേ അവൻ യോർദാനിൽ പോയി മുങ്ങാൻ പറയുകയാണ്. ഒരു പ്രാവശ്യമല്ല, പിന്നെയും അവനോട് മുങ്ങാൻ പറയുകയാണ്. 2 പ്രാവശ്യമല്ല, പിന്നെയും മുങ്ങാൻ പറയുകയാണ്. 7 പ്രാവശ്യം മുങ്ങിയതിന് ശേഷമാണ് നയമാൻ്റെ കുഷ്ഠം മാറിയത്. അതുപോലെ ദൈവം ചിലരെ സൗഖ്യമാക്കുന്നത് ഓൾ ഓഫ് എ സഡൻ എല്ലാ പ്രാവശ്യവും ഒറ്റ രീതിയിൽ സൗഖ്യമാക്കണമെന്നില്ല. ചില സൗഖ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ശരീരത്തിൽ ചില സൗഖ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ശരീരത്തിൽ ചില ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ 2ാമത്തെ സ്പർശനത്തിന് നമ്മളെ തൊടാൻ, നമ്മളെ സൗഖ്യമാക്കുവാൻ കഴിയുക. ഇന്ന് രാത്രി സൗഖ്യമില്ലാതെ ശരീരത്തിൽ ക്ലേശം അനുഭവിക്കുന്ന പ്രിയരെ, കഴിഞ്ഞ നാളുകൾ ചില സൗഖ്യം പ്രാപിച്ചിട്ട് അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കൂ. അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ സിസ്റ്റർ രമ്യ സേറ ജേക്കബ് ഇവിടെ തൻ്റെ അനുഭവ സാക്ഷ്യം ചുരുക്കത്തിൽ പറഞ്ഞു. പാട്ട് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തൻ്റെ പിതാവിൻ്റെ രോഗം ദൈവത്തോട് അടുക്കുവാൻ സഹായിച്ചു. പിതാവിനെ ദൈവം സൗഖ്യമാക്കി. അതുമാത്രമല്ല, ആ തകർച്ച തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ഏറ്റവും അടുത്ത് വരുവാനും ദൈവം ഇന്ന് ഈ സ്റ്റേജുകളിൽ നിർത്താനും ഇടയാക്കി. ചില തകർച്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നാം ഓർത്തുകൊള്ളണം. ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൂടുതൽ അടുക്കുവാനും ചില മേഖലകൾ നമ്മൾ വളർന്നു വരുവാനും വേണ്ടിയാണ്. ഇന്ന് രാത്രികാലം തകർച്ച ജീവിതത്തിൽ നേരിടുമ്പോൾ കരയാൻ തുടങ്ങിയാൽ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, സമർപ്പിക്കാൻ തുടങ്ങിയാൽ, ദൈവസന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തുടങ്ങിയാൽ ദൈവത്തിന് നമ്മളെ ഉയർത്താൻ കഴിയും. തിമിടിനെ ടെസ്റ്റ് മണിയാക്കുന്ന ദൈവം, ഭയത്താലിരിക്കുന്ന, ഉൾവലിഞ്ഞിരിക്കുന്ന, കതവടച്ചിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം. യേശുവിൻ്റെ ക്രൂശീകരണ സമയം, യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം കതവടച്ചകത്ത് യഹൂദന്മാരെ പേടിച്ചിരുന്ന അവരുടെ ഇടയിലേക്ക് യേശു കടന്നു വന്ന് സമാധാനം പറഞ്ഞ് അവരെ ഭയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ ഇന്ന് രാത്രി ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ ഭയത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് സൗഖ്യമാ. ഹല്ലേലൂയ. ദൈവം ചിലരെ സൗഖ്യമാക്കുമ്പോൾ ഘട്ടം ഘട്ടമായി ദൈവം ചെയ്യുന്നു. നിങ്ങൾ ഇയ്യോബിനെ നിങ്ങൾ നോക്കിയാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ തൻ്റെ സ്നേഹിതന്മാരും താനുമായി യഥാസ്ഥാനപ്പെടുന്നതാണ് കാണുന്നത്. തൻ്റെ സ്നേഹിതന്മാരും താനുമായി യഥാസ്ഥാനപ്പെട്ടു.
ദൈവത്തിനറിയാം ഇവന് സൗഖ്യമാകുന്നതിന് മുമ്പ് ഇവൻ ആന്തരികമായ ചില മാറ്റങ്ങൾ ഉണ്ടാകണം. അവൻ ചില യഥാസ്ഥാനപ്പെടൽ വേണം. അവൻ്റെ വീട്ടിൽ ചില യഥാസ്ഥാനപ്പെടൽ ഉണ്ടാകണം. അവൻ്റെ സമൂഹത്തിൽ ചില യഥാസ്ഥാനപ്പെടൽ ഉണ്ടാകണം. ദൈവം ചില പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ യഥാസ്ഥാനപ്പെടാൻ പറഞ്ഞാൽ നാം യഥാസ്ഥാനപ്പെടണം. അതാണ് ദൈവത്തിൻ്റെ ഒന്നാമത്തെ ടച്ച്. നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒന്നാമത്തെ ടച്ചാണ് നിന്റെ സ്നേഹിതരോട് നീ നിരപ്പ് പ്രാപിക്കണമെന്ന് പറയുന്നത്. ദൈവം ആ സ്ഥലത്തിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുവരുന്നത് കാണാം. രണ്ടാമതാണ് തനിക്ക് ശരീരത്തെ ദൈവം തൊടുന്നത്, തനിക്ക് സൗഖ്യം കൊടുക്കുന്നത്. പിന്നീടാണ് തനിക്ക് പിന്നെ ആടുമാടുകളും സമ്പത്തും ഒക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. ദൈവം എന്ത് ചെയ്യുന്നു? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ജീവിതം നിർത്തിക്കളയരുത്. തീർന്നു പോയിട്ടില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ തീർന്നു പോയിട്ടില്ല. ദൈവീയ വെളിപ്പാട് തീർന്നു പോയിട്ടില്ല. ദൈവീയ സൗഖ്യം തീർന്നു പോയിട്ടില്ല. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നിന്നു പോയിട്ടില്ല. നമുക്ക് പിന്നെയും വളർന്നു വരുവാൻ മേഖലകളുണ്ട്. ഇനിയും നാം വളർന്നു വരുവാൻ മേഖലകളുണ്ട്. ഇവിടെ ഒരു നദി ഒഴുകുന്നു. എസെക്കിയേൽ പ്രവചനത്തിൽ നമ്മൾ കാണാം. ഈ നദി ഒഴുകി യാഗപീഠത്തിൻ്റെ വശത്തൂടെ ആലയത്തിൽ നിന്ന് ഒഴുകി അരാബ മരുഭൂമിയെ തൊട്ട് അവസാനം ചാവുകടലിൽ വന്ന് ചാവുകടലിനെയും അരാബ മരുഭൂമിയെ രൂപാന്തരപ്പെടുത്തി അവിടെ ഫലമുള്ളതും അതുപോലെ തന്നെ മത്സ്യമുള്ള ഒരു സ്ഥലവും ഒക്കെ ആക്കി ഇതിനെ തീർക്കുന്നുണ്ട് ഈ നദി ഒഴുകുമ്പോൾ. പക്ഷെ അവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് ഈ ചരട് പിടിച്ചിരുന്ന ഈ പുരുഷൻ ആദ്യം 1000 മുഴം അളന്നത്. ആദ്യം 4000 മുഴം അളന്നില്ല. അവൻ ആദ്യം 1000 മുഴം അളന്നത്. ആദ്യം 1000 മുഴം അളന്നത് ഇനിയും മുമ്പോട്ട് പോകാനുണ്ട് എന്നാണ് അവിടെ കാണിക്കുന്നത്. ആദ്യ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ ആങ്കിളിനെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. നരിയാണിയോളം ഉറയ്ക്കാൻ വേണ്ടിയാണ്. ഇന്ന് വരെ നമ്മൾ ആത്മീയ ജീവിതത്തിൽ നരിയാണിയിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ അടുത്ത ഒരു ടച്ചുണ്ട്, അടുത്ത ഒരു പ്രവൃത്തിയുണ്ട്, അടുത്ത വെളിപ്പാടുണ്ട്, ആ അടുത്ത ശക്തിയുണ്ട്. ആ ശക്തിയിൽ മുട്ടോളം വരണം. അടുത്ത ശക്തിയിൽ, അടുത്ത ദൈവപ്രവൃത്തിയിൽ അത് അരയോളമാകണം. അടുത്ത ദൈവപ്രവൃത്തിയിൽ നമുക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു വലിയ ജലപ്രവാഹത്തിലേക്ക് നീന്താതെ കടക്കാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. 1000 കൊണ്ട് നിർത്താനല്ല, 2000 കൊണ്ട് നിർത്താനല്ല, 3000 കൊണ്ട് നിർത്താനല്ല, 4000ത്തിലേക്ക് വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ആഗ്രഹിക്കുകയാണ്. ഇരിക്കുന്ന അവസ്ഥയല്ല, ഇന്നായിരിക്കുന്ന മണ്ഡലത്തിലല്ല. ഇനിയും ചിലത് നമുക്ക് ചെയ്യാനുണ്ട്, ഇനിയും ചിലത് പ്രാർത്ഥിക്കാനുണ്ട്, ഇനിയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനുണ്ട്. നാം വളർന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുക. പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തോടു കൂടെ നടന്ന് ദൈവീയ വെളിപ്പാടുകൾ പ്രാപിച്ച ഒരാളാണ്. സാധാരണക്കാരനല്ല. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരാൾ. എന്നിട്ടും പൗലോസ് പറയുന്ന ഐ വാണ്ട് നോ ക്രൈസ്റ്റ്, എനിക്ക് ക്രിസ്തുവിനെ അറിയണം. ഐ വാണ്ട് നോ ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം. ഐ വാണ്ട് നോ ദ ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിംഗ്, അവൻ്റെ കഷ്ടതയുടെ കൂട്ടായ്മ എനിക്കറിയണം. അപ്പൊ ഇത്രയും അറിഞ്ഞിട്ടും പൗലോസിനൊരു കാര്യം മനസ്സിലായി, ഇനിയും ഞാൻ ഒട്ടും തന്നെ അറിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് ഞാൻ അറിയാനുണ്ടെന്ന് പറയുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, എനിക്ക് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്തെങ്കിലും നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ആയി എന്ന് നമ്മൾ വിശ്വസിക്കരുത്. ദൈവത്തോട് പറ, ദൈവമേ ഞാൻ ഒന്നും ആയിട്ടില്ല, എന്നെ ഇനിയും അടുത്ത തലത്തിലേക്ക് കൊണ്ടുവരണമേ. എനിക്ക് ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം. ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം. അത് ജീവിപ്പിക്കുന്ന ശക്തിയാണ്, അത് ബലം പകരുന്ന ശക്തിയാണ്, അത് സൗഖ്യമാക്കുന്ന ശക്തിയാണ്, അത് ബന്ധനങ്ങളെ താർക്കുന്ന ശക്തിയാണ്, അത് കല്ലറകളെ പൊട്ടിക്കുന്ന ശക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ ആ ശക്തി എൻ്റെ മേൽ പകരണമേ. ഇന്ന് ലോകത്തിലെ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ സംഹാരിയായ ആയുധം ആറ്റം ബോംബാണ്. അതൊരു സ്ഥലത്തിട്ടാൽ ഒരു രാജ്യത്തെ മുഴുവൻ കില്ല് ചെയ്യാൻ, നശിപ്പിക്കാൻ കഴിയും. ആ രാജ്യം മുഴുവൻ തകരാനിടയാകും. എന്നാൽ ദൈവത്തിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി തകർന്ന ഒരു രാജ്യത്തെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയും. തകർന്ന ഒരു രാജ്യത്തെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. ഒരു തകർന്ന പട്ടണത്തെ എഴുന്നേൽപ്പിക്കാൻ പറ്റും. ഒരു തകർന്ന തലമുറയെ പണിയാൻ കഴിയുന്ന ഒരു ശക്തിയാണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി. ഈ തലമുറയിൽ നമുക്ക് ആവശ്യം ആ ശക്തിയാണ്. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കുക, കർത്താവേ ആ ശക്തിയാൽ. നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു പോകാനാണോ? ഇതുവരെയും പ്രാപിച്ചത് കൊണ്ട് തൃപ്തിപ്പെട്ടു പോകാനാണോ? അതോ ബെത്സയിലേക്ക് അപ്പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ബേത്സയിദയുടെ അകത്ത് നിന്നാൽ നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയത്തില്ല. ഈ പശ്ചാത്തലമെല്ലാം അവിശ്വാസത്തിന്റെ സ്ഥലമാണ്. ഇവിടെ ഒരു അത്ഭുതവും നടക്കത്തില്ല, ഇവിടെ ഒരു വിടുതലും നടക്കത്തില്ല. നീ പട്ടണത്തിന് പുറത്തു വരാതെ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതവും നടക്കത്തില്ല. നീ ഇന്നായിരിക്കുന്ന മണ്ഡലത്തിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുകയാണ്, നീ ആ പട്ടണത്തിൽ നിന്ന് പുറത്തു വാ, ആ വിശ്വാസത്തിൽ നിന്ന് പുറത്തു വാ, നിന്റെ ആ ചിന്തകളിൽ നിന്ന് നീ പുറത്തു വാ. നീ അതിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കത്തുള്ളൂ.
ഇന്ന് രാത്രി ബത്സയിലേക്ക് പുറത്തു വരാൻ നീ തയ്യാറാണോ? നിന്റെ ഇന്നത്തെ ആത്മീയ ജീവിതത്തിൽ നിന്ന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ആ വഴിയിലേക്ക് വരുവാൻ വേണ്ടി നീ വരാൻ തയ്യാറാണോ? ഹല്ലേലൂയ. നമ്മുടെ കാഴ്ചയെ പരിമിതപ്പെടുത്തുന്ന സ്ഥലമാണ് ബത്സയിദ. അവിശ്വാസികളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് ബത്സയിദ. അവർക്ക് പലതും കാണാൻ കഴിയുന്നുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ വേണ്ട വിധത്തിൽ കാണാൻ കഴിയാത്ത ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഉണർവിൻ്റെ വിത്ത് വിതയ്ക്കാൻ കഴിയത്തില്ല. ഇവിടെ ഉണർവിൻ്റെ അഗ്നി കത്തത്തില്ല. ഇവിടെ ഇതിന് പറ്റിയ മണ്ണല്ല. ഇവിടുത്തെ കാലാവസ്ഥ മോശമാണ്. ഈ കാലാവസ്ഥയിൽ നിന്ന് ഈ കുരുടൻ പുറത്തു വന്നെങ്കിൽ മാത്രമേ യേശുവിന് അവനെ സൗഖ്യമാക്കാൻ കൊടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് യേശു അവനെ കൈക്ക് പിടിച്ചുകൊണ്ട് ഈ ബത്സയിദയ്ക്ക് പുറത്തു കൊണ്ടുവരികയാണ്. കാരണം എന്താ? കർത്താവിനെ തൊടാൻ ആഗ്രഹിക്കുന്നു, കർത്താവിനെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. നാം കുടുങ്ങപ്പെട്ട സ്ഥലത്ത്, നാം ആശ്രയിക്കാൻ കഴിയാത്ത കുളത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം കുടുങ്ങിക്കിടന്നാൽ നമുക്കൊരിക്കലും ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദേശത്തോട് വിളിച്ചു പറയുന്നത്, നാം ബത്സയിദയ്ക്ക് പുറത്തു വരണം. എങ്കിൽ മാത്രമേ കാണേണ്ടവനെ കാണാൻ കഴിയത്തുള്ളൂ, കാണേണ്ടതുപോലെ കാണാൻ കഴിയത്തുള്ളൂ, ഷാർപ്പായി നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ, ദൈവപ്രവൃത്തി കാണാൻ കഴിയത്തുള്ളൂ, ഭവനത്തിലേക്ക് മടങ്ങിപ്പോരാൻ കഴിയത്തുള്ളൂ, ജീവിതം രൂപാന്തരപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഒരു സെക്കൻഡ് സ്പർശനം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ബത്സയിദയ്ക്ക് പുറത്തേക്ക് വരും. ഇന്നും ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവ്. കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചുകൊണ്ടിരുന്ന അനീഷ് തോമസ്, ദൈവത്തിൻ്റെ ദാസൻ, പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വിദേശത്ത് വന്ന ഒരു സഹോദരി 1 വർഷക്കാലമായി ഛർദിയായിട്ടിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു. അതിനുശേഷം ഛർദി നിന്നു. ഇന്നും ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവ്. ഇന്നും അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു. ഇന്നും അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു. കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് മാങ്കോട് എന്ന് പറഞ്ഞ, പത്തനാപുരം മാങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ശാന്ത എന്ന് പറയുന്ന ഒരു മാതാവ് ഞങ്ങളുടെ ചർച്ചിൽ കടന്നു വന്നു. ആ അവസാന പ്രാർത്ഥനയ്ക്ക് ഒരു ഓട്ടർ കോൾ വിളിച്ചപ്പോൾ ആ മാതാവ് മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം 1 കുപ്പി വെള്ളം എൻ്റെ കൊണ്ട് തന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരുടെ ഭർത്താവ് 1.5 വർഷമായി തളർന്ന് സ്ട്രോക്ക് ഉണ്ടായിട്ട് ബെഡിൽ കിടക്കുകയാണ്. നടക്കാൻ പറ്റുന്നില്ല, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ വെള്ളം കൊണ്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ കൊടുത്തു. അവർ പ്രാർത്ഥിച്ചിട്ട് പോയി. ഞങ്ങൾ അതിനെക്കുറിച്ച് തിരക്കിയില്ല. പിറ്റേന്ന് രാവിലെ അവർ വണ്ടി കയറി വീട്ടിൽ വന്നു. അവരോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് എഴുന്നേറ്റു, അവരിപ്പോൾ നടക്കുന്നു, വിറവ് കീറുന്നു, എല്ലാം ചെയ്യുന്നു. ഇന്നും അവൻ്റെ അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല. അവൻ്റെ ടച്ച് ഇന്ന് രാത്രി ഇവിടെയുണ്ട്, ഇന്ന് രാത്രി ഇവിടെയുണ്ട്. അവൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു, അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു, അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു. അവൻ്റെ അത്ഭുതങ്ങൾ നിന്ന് പോയിട്ടില്ല. അവൻ ഇന്നും അവൻ്റെ ഉണർവ് പല സ്ഥലങ്ങളിലും അയക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചാബിൽ ഞാനൊരു കൺവെൻഷന് പ്രസംഗിച്ചതിന് ശേഷം മടങ്ങി വന്ന് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു മീറ്റിങ്ങിനായി പോകുന്ന സമയത്ത് അതിൻ്റെ സംഘാടകർ എന്നോട് പറഞ്ഞു, ഇവിടുന്ന് നമ്മൾ പോകുന്ന വഴിയിൽ 2 മണിക്കൂർ അതിൽ കൂടെ യാത്ര ചെയ്യണം, 2 മണിക്കൂറിലധികം യാത്ര ചെയ്യണം. അവിടെ ഒരു വലിയ ഹോസ്പിറ്റലുണ്ട്, അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലാണ്. അവിടെ ഒരു രോഗി കിടക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ വിവരങ്ങളോ അദ്ദേഹം എത്രത്തോളം സീരിയസ് ആണെന്നോ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ ആ ഹോസ്പിറ്റലിനകത്ത് അവിടെ നമ്മളെ കയറ്റത്തില്ല. കാരണം ICU ഉള്ള ഒരു സ്ഥലമാണ്. 100 കണക്കിന് രോഗികൾ അതിനകത്തുണ്ട്. അത്യാസന്ന നിലയിൽ കിടക്കുന്ന മനുഷ്യരവിടെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, കേരളത്തിൽ നിന്ന് വന്ന ഒരു പ്രീച്ചറാണ്, അദ്ദേഹത്തിന് അവസരം കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് അവരെനിക്ക് അവരുടെ വസ്ത്രം തന്നു, അവരുടെ ഗ്ലൗസ് തന്നു, കാലിലിടാൻ അവരുടെ പ്രത്യേക സോക്സൊക്കെ തന്നു. എല്ലാം എന്നെ വെച്ച് മൂടി. പ്രത്യേകിച്ച് ഞാൻ അവസാനം അകത്തോട്ട് കയറി ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു റൂം, എനിക്ക് ഒരു നമ്പർ അവർ പറഞ്ഞിരുന്നു, ഏത് ബെഡാണെന്ന്. എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല, എന്നെ മാത്രമേ കയറ്റിവിടൂ. 100 കണക്കിന് രോഗികൾ അവിടെ കിടക്കുന്നുണ്ട്. ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ ജീവിക്കാൻ വേണ്ടി യന്ത്രങ്ങൾ മാത്രം ഘടിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് യാതൊരു അനക്കവും ഇല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് നിന്നു. കുറച്ച് നേരം ചെറിയ രീതിയിൽ മനസ്സിൽ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചു. അപ്പോഴെനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ കൈ ഒന്ന് അനങ്ങാൻ തുടങ്ങിയെന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് തെറ്റുപറ്റിയതായിരിക്കും, എൻ്റെ തോന്നലായിരിക്കും, ചെറുതായിട്ടൊന്ന് അനങ്ങിയതുപോലെ തോന്നി. പക്ഷേ ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയി. അടുത്ത സ്ഥലത്തേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പ് ഫോൺ കോൾ വന്നു, ഈ മനുഷ്യൻ എഴുന്നേറ്റു എന്ന്. ഇന്ന് രാത്രികാലം നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഒരുപാട് അത്ഭുത സാക്ഷ്യങ്ങൾ ഇന്ന് രാത്രി ഇവിടെ പറയാനുണ്ട്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ ഇന്നും രോഗികളെ ടച്ച് ചെയ്യുന്നു. യേശു ഇന്നും സൗഖ്യമാക്കുന്നു. അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് വളർന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഇന്നുള്ള വെളിപ്പാട് അല്ല, എനിക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് വരണം, എനിക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് വരണം, എനിക്ക് കുറച്ചുകൂടെ കാണണം, എനിക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ വേണം. ഈ മനുഷ്യൻ്റെ 2ാമത് യേശു തൊട്ട് കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഷാർപ്പിലി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഷാർപ്പിലി. വളരെ കൃത്യമായിട്ട് ആ മനുഷ്യൻ കാണാൻ തുടങ്ങി. ഇതുവരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ
യേശു ഒന്നുകൂടെ ഒന്ന് തൊട്ടാൽ കുറച്ചുകൂടെ കൃത്യമായിട്ടൊന്ന് കാണണം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു തൊടലൂടെ ആവശ്യമാണ്, ഒരു സ്പർശം കൂടെ ആവശ്യമാണ്. ദൈവത്തോട് പറ, നമുക്ക് ഒരു സ്പർശനം കൂടെ ആവശ്യമാണ്, ഒരു സ്പർശം കൂടെ ആവശ്യമാണെന്ന് ദൈവത്തോട് പറ. ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവരുടെ ലെൻസ് ക്ലീൻ ചെയ്യും. ഒന്ന് ലെൻസ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഫോട്ടോ കുറച്ചുകൂടെ മനോഹരവും ക്ലിയറുമാകും. അതുപോലെ ദൈവം നമ്മളെ തൊട്ട് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആകും, വ്യക്തമാകും. നമ്മുടെ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരും. തിരുവചനം പറയുന്ന പോലെ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പല പ്രാവശ്യം അത് ഉടച്ചും പിന്നെയും അത് വാർക്കും. അത് പല പ്രാവശ്യം ഉടച്ചും വാർത്തുമാണ് അത് മനോഹരമായ ഒരു പാത്രമാക്കി മാറ്റുന്നത്. ദൈവത്തിൻ്റെ പല സ്പർശനം നമ്മുടെ കരങ്ങളിലേക്ക് വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, തകർന്ന ഏത് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാൻ അവൻ്റെ കരത്തിന് കഴിയും, അവൻ്റെ സാന്നിധ്യത്തിന് കഴിയും. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് എന്ന് പറയാം, കർത്താവേ, ഇവിടെ തന്നെ എനിക്കറിയാം ഈ ഗ്രൗണ്ടിൽ ക്യാൻസർ ഹീലായ 1-2 പേരെ എനിക്ക് തന്നെ ഇപ്പം തന്നെ ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ കർത്താവിന് സൗഖ്യം വരുത്താൻ കഴിയും. ക്യാൻസറിൽ നിന്ന് അവർ സൗഖ്യമായെങ്കിലും മറ്റു ചില രോഗങ്ങൾ ഇന്നും അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആദ്യത്തെ ദൈവത്തിൻ്റെ സ്പർശം ക്യാൻസറിൽ നിന്ന് അവരെ സൗഖ്യമാക്കിയെങ്കിൽ രണ്ടാമത്തെ സ്പർശത്തിന് നിങ്ങളുടെ നടത്തെ ക്ലിയറാക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ മറ്റ് അസുഖത്തെ ക്ലിയർ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ കർത്താവിന് അവന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാൻ കഴിയുന്നവനാണ്. ആർക്കും നിങ്ങളുടെ ജീവിതത്തെ റിപ്പയർ ചെയ്യാൻ കഴിയാതെ വണ്ണം തകർന്നിട്ടുണ്ടെങ്കിൽ, ആർക്കും നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ ഉടമയായി മാറിയിട്ടുണ്ടെങ്കിൽ, ആർക്കും റിപ്പയർ ചെയ്യാൻ കഴിയാത്തവയെ റിപ്പയർ ചെയ്യുന്ന എൻ്റെ യേശു, നമ്മുടെ യേശു ഇന്ന് ഈ പന്തലിലുണ്ട്. അവൻ്റെ സാന്നിധ്യമുണ്ട്. അവൻ്റെ ഹൃദയം അവൻ്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് കൊടുക്കാൻ തയ്യാറായാൽ. എൻ്റെ പ്രസംഗം തീർന്നിട്ടില്ല, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റിരിക്കാം. ദൈവം ചിലരെ അവിശ്വാസത്തിൻ്റെ പട്ടണമാകുന്ന ബത്സയിദയിൽ നിന്ന് അവൻ്റെ ഗ്രാമത്തിലേക്ക്, അവൻ്റെ വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്പർശം കൂടെ നമുക്ക് ലഭിച്ചാൽ ഒരു പുതിയ വെളിപ്പാട്, ഒരു പുതിയ സൗഖ്യം, ഒരു പുതിയ ജ്ഞാനം, ഒരു പുതിയ ജയം. ഏലിയാവ് കർമ്മേലിൽ പ്രാർത്ഥിച്ചു, തീയിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ മഴയ്ക്കായി പ്രാർത്ഥിച്ചപ്പോൾ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കാര്യം സാധിച്ചില്ല. ഒരു പ്രാർത്ഥന കഴിഞ്ഞു, ഏലിയാവ് ബാല്യക്കാരനെ അയച്ചു, ഒന്നും സംഭവിച്ചില്ല. രണ്ടാമത്തെ പ്രാർത്ഥന കഴിഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. മൂന്നാമത്തെ പ്രാർത്ഥന കഴിഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. ഏഴാമത്തെ പ്രാർത്ഥനയിൽ ഒരു മേഘം കണ്ടു. ഹല്ലേലൂയ. കഴിഞ്ഞ 2 രാത്രിയിലോ കഴിഞ്ഞ 21 ദിവസങ്ങളിലോ ഒക്കെ ഉപവസിച്ചിട്ടവരും പ്രാർത്ഥിച്ചിട്ടവരും ആയിരിക്കാം നിങ്ങൾ. പക്ഷേ ദൈവത്തിന് ഇന്ന് രാത്രി ചിലത് നമ്മളോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് ആഗ്രഹിക്കുന്നു, എനിക്ക് കുറച്ചുകൂടെ ആത്മീയമായി വളരണം, എനിക്ക് ഒന്നുകൂടെ ഒരു സ്പർശനം ഉണ്ടാകണം, എനിക്ക് കുറച്ച് വെളിപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ കാര്യങ്ങൾ ഇതുവരെയും ക്ലിയർ ആയിട്ടില്ല, എനിക്ക് കുറച്ചുകൂടെ മുന്നോടണം, എനിക്ക് കുറച്ചുകൂടെ സൗഖ്യമാകണം, എനിക്ക് കുറച്ചുകൂടെ ബലം വരണം, എൻ്റെ ശുശ്രൂഷയിൽ കുറച്ചുകൂടെ ഷാർപ്പാകണം, എൻ്റെ പ്രാർത്ഥനയിൽ കുറച്ചുകൂടെ ഷാർപ്പാകണം, എൻ്റെ ദർശനങ്ങൾ കുറച്ചുകൂടെ ഷാർപ്പാകണം. കർത്താവേ, എൻ്റെ കണ്ണ് തുറക്കണമേ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കൊയർപ്പോൾ പാട്ടുപാടും. പ്രാർത്ഥന ആവശ്യമുള്ളവർ മുമ്പോട്ട് കടന്നു വന്നാട്ടെ. ഇന്ന് രാത്രികാലം എനിക്കൊരു ടച്ച് കൂടെ ആവശ്യമാണ്. ഇന്ന് രാത്രികാലം എനിക്കൊരു ടച്ച് കൂടെ ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന ആവശ്യം. ദോസ് ഹു വാണ്ട് ടു പ്രേ പ്ലീസ് കം ഫോർവേഡ്. എനിക്ക് ഇന്ന് രാത്രി ഒരു ടച്ച് കൂടെ ആവശ്യമാണ്. ഇന്ന് രാത്രി ഒരു ടച്ച് കൂടെ എനിക്ക് ആവശ്യമാണ്. ഇന്ന് രാത്രി എനിക്കൊരു ടച്ച് കൂടെ ആവശ്യമാണ്. പ്രാർത്ഥന ആവശ്യമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നോക്കണ്ട. മാളിക മുറിയിൽ വ്യാപരിച്ച അതേ ദൈവ സാന്നിധ്യം ഇവിടെയുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അവൻ്റെ സൗഖ്യമാക്കുന്ന ശക്തി ഇവിടെയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് കുറച്ചുകൂടെ വളരണം, എനിക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങണം, എനിക്ക് സൗഖ്യം ആവശ്യമാണ്, എനിക്ക് വിടുതൽ ആവശ്യമാണ്, എനിക്ക് പ്രാർത്ഥന ആവശ്യമാണ്, എനിക്കൊരു മാറ്റം ആവശ്യമാണ്. ഈ അവിശ്വാസത്തിൻ്റെ സർക്കംസ്റ്റാൻസസിൽ നിന്ന് എനിക്കൊന്ന് മാറണം. എനിക്കൊരു ദൈവകൃപ ആവശ്യമാണ്. ആഗ്രഹിക്കുന്നവർ ദയവായിട്ട് കടന്നു വന്നാട്ടെ. ദൈവം നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു. മടിക്കാതെ നിങ്ങൾ കടന്നു വന്നാട്ടെ. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും. ദൈവം നിങ്ങളെ പുതിയ അഭിഷേകത്താൽ നിറയ്ക്കും. ദൈവം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റം വരുത്തും. ദൈവം നമ്മുടെ അന്തരീക്ഷത്തെ മാറ്റം വരുത്തും. നമ്മുടെ സഭകളുടെ അന്തരീക്ഷത്തെ മാറ്റം വരുത്തും. ഹല്ലേലൂയ. നിങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ടെസ്റ്റ് മണിയാക്കി മാറ്റും. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് കുറച്ചുകൂടെ വെളിപ്പാട് ആവശ്യമാണ്. എനിക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള വിഷൻ ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു, പക്ഷെ അതുകൊണ്ട് ഞാൻ തൃപ്തനല്ല.
അതുകൊണ്ട് ഞാൻ തൃപ്തി അടയുന്നില്ല. എനിക്കൊരു മാറ്റം ആവശ്യമാണ്, എനിക്കൊരു ചേഞ്ച് ആവശ്യമാണ്, എനിക്കൊരു ചേഞ്ച് ആവശ്യമാണ്. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. ആമേൻ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മ ശക്തിയാലും, നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മ ശക്തിയാലും തിരുവചനം അതിധൈര്യമായി ഉറച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉറച്ചിടുക സഹോദരരെ. ആമേൻ. അത്ഭുതമേശു ഹല്ലേലൂയ ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. മിന്നൽ പിളരുകൾ വീശും പിന്മാരിയെ ഊറ്റും അവൻ. മിന്നൽ പിളരുകൾ വീശും പിന്മാരിയെ ഊറ്റും അവൻ. ഉണരുകയാൽ ജനകോടികൾ തകരുമപ്പോൾ ദുർശക്തികളും. ഉണരുകയാൽ ജനകോടികൾ അവൻ തകരുമപ്പോൾ ദുർശക്തികളും. ആമേൻ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും. വെള്ളിയും പൊന്നും വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനായി. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനായി. അത്ഭുതങ്ങൾ അടയാളങ്ങൾ അവൻ നടന്നിടുമേ തദ്ഭുജബലത്താൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തദ്ഭുജബലത്താൽ. ആമേൻ. അത്ഭുതമേശു പരിശുദ്ധാത്മാവേ ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതുകേട്ടിടും ചെകിടക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതുകേട്ടിടും ചെകിടക്കുമേ. ഉണർന്നുള്ളവർ കുതിച്ചുയരും, ഊവരെല്ലാം സ്തുതി മുഴക്കും. ഉണർന്നുള്ള ഹല്ലേലൂയ ദൈവാത്മാവേ എല്ലാം സ്തുതി മുഴക്കും. ഓ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവ്വബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവ്വബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. ആമേൻ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം
പ്രഭവ